Good morning. Okay. Good morning, ma'am. Good morning. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു. 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 കുറച്ച് കുഴപ്പമുള്ള പോലെ ഉണ്ടല്ലോ. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. ഇപ്പൊ ടെൻഷനൊക്കെ മാറിയില്ലേ ഒരു തവണ അറ്റൻഡ് ചെയ്തപ്പോ? മാറി. എക്സാം നല്ലതായിരുന്നു. ഓക്കെ. റിസൾട്ട് ഒരു 2-3 ദിവസത്തിനുള്ളിൽ വരും കേട്ടോ. റിസൾട്ട് 2-3 ദിവസത്തിനുള്ളിൽ വരും. എന്തായാലും ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്തപ്പോ ഏകദേശം നിങ്ങൾക്ക് ആ ഒരു ഫാക്ടറിയിലും അതുപോലെ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇനി ടെൻഷന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഓക്കെ. ഇതേ രീതിയിൽ തന്നെയായിരിക്കും നമ്മളുടെ മോഡൽ എക്സാം ആയാലും മെയിൻ എക്സാം ആയാലും ഇതേ രീതിയിൽ തന്നെയായിരിക്കും. നിങ്ങൾക്ക് അതിനുള്ളൊരു പ്രാക്ടീസ് ആവട്ടെ. ഓക്കെ. പിന്നെ വേറെന്തുണ്ട്? എക്സാമിന് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വന്നിരുന്നോ ആർക്കെങ്കിലും? എല്ലാരും ചിമ്പൊക്കെ അറിയുന്നുണ്ടല്ലോ, എന്ത് പറ്റി? അല്ല, ഫസ്റ്റ് എക്സാമേ ഞാന് അറ്റൻഡ് ചെയ്തിട്ട് പറഞ്ഞോളൂ. ഫസ്റ്റത്തെ എക്സാമേ കേൾക്കുന്നുണ്ട്. ഫസ്റ്റത്തെ എക്സാം ഞാൻ എൻ്റർ ആയോ എന്നുള്ളത് അറിയില്ല. പക്ഷെ എക്സാം എല്ലാം അറ്റൻഡ് ചെയ്ത് ഇറങ്ങി. പക്ഷെ അതിൽ എൻ്റർ ആയോ എന്നുള്ളത് എൻ്റർ ആവാൻ കുറച്ച് ബുദ്ധിമുട്ടി. ആണോ? ഓക്കെ. സബ്മിറ്റ് ഒക്കെ ചെയ്ത് അവരുടെ കൺഫർമേഷൻ വാങ്ങിയിട്ടല്ലേ പോയത്, എക്സിറ്റ് ചെയ്തത്? ഞാൻ രണ്ട് ഹോളിലും കയറി ഇറങ്ങിയിട്ട് ആദ്യം രണ്ടിലായിരുന്നു എന്റെ. പക്ഷെ രണ്ടിൽ എത്ര കയറിയിട്ട് എന്റെ സബ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല, എൻട്രി ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ അറിയില്ല, ഇനിയിപ്പോ നിങ്ങള് റിസൾട്ട് വരുമ്പോ അറിയാം ഞാൻ അതിൽ കയറിയില്ലേ എന്നുള്ളത്. ഞാന് സെക്കൻഡ് എക്സാം കയറി, അത് എൻട്രി ആയി എന്നുള്ളത് പറഞ്ഞു മാഡം. കേറാൻ എക്സാം കുഴപ്പമില്ല, പക്ഷെ എൻട്രി ചെയ്തോ എന്നുള്ളത് അറിയില്ല. അതാണ് ഇപ്പൊ ഡൗട്ട്. അത് ശരി. റിസൾട്ട് വരുമ്പോ നമുക്ക് നോക്കാം. കുഴപ്പമില്ല. ഇതിപ്പോ ഒരു മൊഡ്യൂൾ എക്സാം ആണല്ലോ. ഇപ്പൊ നമുക്ക് മെയിൻ എക്സാമിനാണ് നിങ്ങൾ മെയിൻ ഫോക്കസ് ചെയ്യുന്നത്. ഡയറക്റ്റ് പ്രാക്ടീസ് ആവട്ടെ. ഓക്കെ. താങ്ക് യു. ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഓൾ മ്യൂട്ട് കൊടുക്കാനേ. അപ്പൊ നമ്മള് എക്സാം ഒക്കെ ഈ പറഞ്ഞ പോലെ, ചിമ്പു പറഞ്ഞ പോലെ നമ്മള് എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ഇൻവിജിലേറ്റർ പറയുന്നോട്ട് അവര് സബ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെ റെക്കോർഡാവും. അവരുടെ പേരും ഇമെയിൽ ഐ ഡി അടക്കം അവിടെ റെക്കോർഡാവും. അപ്പൊ അത് കൺഫേം ചെയ്തിട്ടാണ് അവര് നിങ്ങളോട് ലെഫ്റ്റ് ആയിക്കോളാനായിട്ട് പറയാം കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനിയുടെ എക്സാം ഒക്കെ വരുമ്പോ ഈ റേഞ്ചിന്റെ പ്രശ്നം കൊണ്ടും അങ്ങനെയൊക്കെ പ്രോബ്ലം വരാറുണ്ട്. അപ്പൊ പണ്ട് ഇവിടെ എക്സാം നടക്കുന്ന സമയത്ത് നമ്മളൊക്കെ ഇൻവിജിലേറ്റർ ആയിട്ട് ഇരിക്കാറുണ്ട് ആദ്യം. അപ്പൊ ആ സമയത്ത് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരാറുണ്ട്. ചിലപ്പോ എല്ലാം കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എൻ്റർ ആയിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ ഒന്നും കൂടി ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് പറയും. എപ്പോഴും നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങളുടെ ഫുൾ നെയിം, അതുപോലെ മെയിൽ ഐ ഡി, റോൾ നമ്പർ ഒക്കെ കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്തിട്ട് എപ്പോഴും എക്സാം അറ്റൻഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ അവർക്ക് അവിടെ നിങ്ങളിപ്പോ അവിടെ എൻ്റർ ചെയ്യുമ്പോൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ ബാക്കിന്റെ നമുക്ക് കിട്ടും. നിങ്ങളുടെ പേരും കറക്റ്റ് അതനുസരിച്ച് എൻ്റർ ആയിട്ടുണ്ട് എന്നുള്ളത് അവിടെ എഴുതി കാണിക്കും. അത് കണ്ടിട്ടാണ് അവർ ഇൻവിജിലേറ്റർ ലെഫ്റ്റ് ആയിക്കോളാനായിട്ട് പറയാറ്. അപ്പോ അതൊക്കെ ഒന്ന് നിങ്ങൾ ചെയ്യും. എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ മെയിൻ എക്സാമിന് എപ്പോഴും ശ്രദ്ധിക്കും. ആദ്യത്തെ ഒരു എക്സാം നിങ്ങൾക്കൊരു എന്താ പറയാ ടെൻഷൻ ഫ്രീ ആവാനും ഒക്കെ നല്ലതാണ്. ഇനി ഒരുപാട് എക്സാം വരുമല്ലോ. ഇനിയിപ്പോ തേർഡും ഫോർത്തും കഴിയുമ്പോൾ അതിന്റെ മൊഡ്യൂൾ എക്സാം ഉണ്ടാവും, മോഡൽ എക്സാം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മെയിൻ എക്സാമിലോട്ട് എത്തണേ. അപ്പോഴേക്കും നിങ്ങൾക്ക് അതെല്ലാം പരിചയമാവും കേട്ടോ. അപ്പൊ ഒന്നിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷനോ അങ്ങനെയൊന്നും ആവണ്ട. പിന്നെ നല്ലോണം പ്രാർത്ഥിച്ചിട്ടൊക്കെ എക്സാം അറ്റൻഡ് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോ എത്ര പഠിച്ചാലും ചില ദിവസങ്ങളിൽ നമുക്ക് മോശമാണെങ്കിലോ, അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരുമല്ലോ. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. അതോടൊപ്പം നന്നായിട്ട് പ്രാർത്ഥിച്ച്
വെച്ചിട്ടൊക്കെ എക്സാം അറ്റൻഡ് ചെയ്യാം കേട്ടോ. വേറെ ബുദ്ധിമുട്ടുകളൊന്നും വരില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ നമ്മള് ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂളുകൾ നമ്മുടെ കഴിഞ്ഞേക്കാണ്. ഇനി നമ്മള് തേർഡും ഫോർത്തും മൊഡ്യൂളിലേക്ക് കടക്കുകയാണ് കേട്ടോ. അപ്പൊ തേർഡും ഫോർത്തും മൊഡ്യൂളിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് കണ്ട പോലെ അല്ല കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ കുറച്ചും കൂടെ ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റേഴ്സുകളാണ് തേർഡും ഫോർത്തിലും വരുന്നത്. അവിടെ നമ്മൾ പഠിച്ചപ്പോ കുറേ കൂടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററും വെന്റിലേറ്ററും ലേബർ റൂമും ബ്ലഡ് ബാങ്കും ഡയാലിസിസും അങ്ങനെ എല്ലാ വിഭാഗവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ തേർഡും ഫോർത്തിലോട്ട് കടക്കുമ്പോഴാണ് കുറേ കൂടെ അഡ്മിനിസ്ട്രേറ്റീവ് എന്നുള്ള രീതിയിൽ കുറേ കൂടെ ഫോക്കസ്ഡായിട്ട് ചാപ്റ്റേഴ്സുകളൊക്കെ വരുന്നത് തേർഡും ഫോർത്തിലും ആണ് കേട്ടോ. അപ്പോ ഇവിടുത്തെ ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററുകളാണ്, നല്ല നീളമുള്ള ചാപ്റ്ററുകളാണ്, ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള കുറെ ചാപ്റ്ററുകളാണ്. ഓക്കെ, അപ്പൊ ഭയങ്കര ഡ്രൈ ആയിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ചും കൂടെ എഫർട്ട് എടുക്കണം. നിങ്ങൾ എഫർട്ട് എടുക്കുന്നുണ്ട് എങ്കിലും നമ്മുടെ ക്ലാസ് കേട്ടാൽ മാത്രം പോരാ, നിങ്ങളും കൂടെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം നടത്തണം കേട്ടോ. പിന്നെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ നിർബന്ധമായിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. പ്രത്യേകിച്ച് തേർഡും ഫോർത്തിലോട്ടൊക്കെ വരുമ്പോൾ. കാര്യം നിങ്ങൾക്ക് അത് പഠിച്ചു തുടങ്ങുമ്പോൾ മനസ്സിലാവും കുറച്ചൊരു ലെങ്തി ഒക്കെ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്, ചിലതൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്ന് കരുതിയിട്ട് കുഴപ്പമൊന്നുമില്ല, നമുക്ക് പഠിക്കാനൊക്കെ പറ്റും. എങ്കിലും മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറെ കൂടെ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നതിനൊക്കെ ഉള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾക്ക് ഫൈനൽ എക്സാം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ അതിന് സമയം കണ്ടെത്തണം കേട്ടോ, ഞാൻ പ്രത്യേകം പറയാണ്. പിന്നെ വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. തുടങ്ങില്ല, എല്ലാവരും സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ, അപ്പൊ നമ്മള് തേർഡ് മൊഡ്യൂളിലാണ് കേട്ടോ. തേർഡ് മൊഡ്യൂളിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് ഞാൻ എടുക്കുന്നത്. തന്നെ തുടങ്ങുന്നത് തേർഡ് മൊഡ്യൂളിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. ചാപ്റ്ററിന്റെ പേര് ഇതാണ്, ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് കേട്ടോ. ആ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ, ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ്. ഓക്കെ, അപ്പോ അതിനെ പറ്റി പറയുകയാണെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളെ പേഷ്യന്റിന് ഒരു നല്ലൊരു പരിചരണം കൊടുക്കാനായിട്ട് ചില സാഹചര്യങ്ങളിൽ നമ്മളൊരു ഹോസ്പിറ്റലിന് അകത്ത് തന്നെ അല്ലെ, ഒരേ ഹോസ്പിറ്റലിൽ തന്നെ ചിലപ്പോൾ നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലോട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട് അല്ലെ. ഇനി ചില സന്ദർഭങ്ങളിലോ നമ്മൾ ചിലപ്പോൾ നിലവിലെ ഹോസ്പിറ്റലിൽ നിന്നും മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട് അല്ലെ. അപ്പോ ഈ ട്രാൻസ്ഫറിനെ പറ്റി പറയുകയാണെങ്കിൽ അത് രണ്ട് ടൈപ്പ് ഉണ്ട്, രണ്ട് തരത്തിലാണ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ്. അതായത് ട്രാൻസ്ഫർ രണ്ട് ടൈപ്പാണ് ഉള്ളത്. ഒന്ന് വന്നിട്ട് ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ ആണ്, മറ്റൊന്ന് ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ ആണ്. ഓക്കെ, ഇത് രണ്ട് ടൈപ്പാണ്. ഇതൊക്കെയാണ് ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ ഉണ്ട്, ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫറും ഉണ്ട്. അതിനകത്ത് ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻട്രാ എന്ന വാക്ക് നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്, മെഡിക്കൽ ടെർമിനോളജിക്കകത്ത് പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അതിന്റെ മീനിങ്? വിത്ത് ഇൻഡ എന്നായിരുന്നു അല്ലെ. ഗവൺമെന്റ് എന്ന് അറിയില്ല, ഇൻസൈഡ് അല്ലെങ്കിൽ വിത്ത് ഇൻഡ എന്നൊക്കെയുള്ള അർത്ഥമാണ് അല്ലെ. ഇൻട്രാ എന്ന് പറഞ്ഞാൽ വിത്ത് ഇൻ ദ ഹോസ്പിറ്റൽ. ദാറ്റ് മീൻസ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് ഫ്രം വൺ യൂണിറ്റ് ടു അനദർ യൂണിറ്റ് വിത്തിൻ ദ ഹോസ്പിറ്റൽ. അതായത് അതേ ഹോസ്പിറ്റലിൽ തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമ്മൾ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലോട്ട് അല്ലെങ്കിൽ ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലോട്ട് നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, മാറിപ്പോവരുത് കേട്ടോ. ഇൻട്രാ എന്ന് കേൾക്കുമ്പോൾ വിത്ത് ഇൻഡ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു കാഷ്വാലിറ്റിയിൽ വന്നിട്ടുള്ള ഒരു പേഷ്യന്റ്, അവരെ നമ്മൾ ഒരു ഫർദർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അതേ ഹോസ്പിറ്റലിലെ തന്നെ ICU ഡിപ്പാർട്ട്മെന്റിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാണ്. അതെന്തിന് എക്സാമ്പിൾ ആണ്? ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫറിന് എക്സാമ്പിൾ. ഇനി ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർ എന്ന് പറയുമ്പോൾ ബിറ്റ്വീൻ ദ എന്നുള്ള അർത്ഥമാണ്. എന്നുവെച്ചാൽ രണ്ട് വ്യത്യസ്ത എന്താണ് ഹോസ്പിറ്റലുകൾ തമ്മിലാണ് എന്ന് പറഞ്ഞാല് ദ ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് ഫ്രം വൺ ഹോസ്പിറ്റൽ ടു അനദർ ഹോസ്പിറ്റൽ. അതായത് നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ നിന്നും മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ എന്ന് പറയും. ഓക്കെ, മനസ്സിലായോ? രണ്ട് ടൈപ്പാണ് നമുക്ക് ട്രാൻസ്ഫർ ഉള്ളത്. ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ ഉണ്ട്, ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ ഉണ്ട്. പിന്നെ എന്തായാലും ഈ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ മെയിൻ പർപ്പസ് എന്താണ്? ശരിക്കും
ഏറ്റവും നല്ലൊരു പരിചരണം രോഗികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. അതായത് മെയിൻറ്റെയിൻ ദ കണ്ടിന്യൂവിറ്റി ഓഫ് ദ കെയർ അല്ലെ. രോഗികൾക്ക് ഏറ്റവും നല്ലൊരു കെയർ അല്ലെ, ഏറ്റവും നല്ലൊരു പരിചരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതന്നെയല്ല എന്റെ ഉദ്ദേശം. നമ്മളൊരു കാഷ്വാലിറ്റിയിൽ നിന്ന് നമ്മളൊരു ഐസിയിലോട്ട് ചിലപ്പോൾ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും? കാഷ്വാലിറ്റിയിൽ വന്ന പേഷ്യന്റിന്റെ കണ്ടീഷൻ നോക്കിയപ്പോൾ വളരെ ക്രിട്ടിക്കൽ ആണ്, അവർക്ക് നല്ലൊരു തീവ്ര പരിചരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഐസിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുപോലെ ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യന്റ്, അവർക്ക് അവിടെ ഇത് ഫർദർ ആ ഒരു പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള സജ്ജീകരണങ്ങള് നിലവിൽ ഹോസ്പിറ്റലിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ പേഷ്യന്റിനെ അവിടെ ഹോൾഡ് ചെയ്ത് വെക്കുവോ? ഇല്ല. അവർക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് കിട്ടാൻ നമ്മൾ കുറേയും കൂടെ എന്താണ് ആധുനിക സൗകര്യങ്ങളുള്ള മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലോട്ട് നമ്മൾ അവരെ ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ അൾട്ടിമേറ്റ്ലി ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ്? പേഷ്യൻസിന് ഏറ്റവും നല്ല പരിചരണങ്ങൾ പ്രൊവൈഡ് ചെയ്യും അല്ലെ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസിന് എന്തുകൊണ്ടാണ് ഇത്ര പ്രാധാന്യം വന്നിട്ടുണ്ട്? ഇതൊരു ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട് അല്ലെ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ അതിന് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങും അതുപോലെ ഒരു കോർഡിനേഷനും കമ്മ്യൂണിക്കേഷനും ഒക്കെ ആവശ്യമാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു ഈസി ടാസ്ക് അല്ല ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇതിന് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ആവശ്യമാണ്, ഒരു കോർഡിനേഷൻ ആവശ്യമാണ്. അതുപോലെ നമ്മൾ ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന ഫെസിലിറ്റി ആയിട്ട് നല്ലൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടായിരിക്കണം. ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു പേഷ്യന്റിന്റെ ട്രാൻസ്ഫർ വളരെ ഇഫക്റ്റീവ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത് ഇങ്ങനെയുള്ള ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് രണ്ട് ടൈപ്പ് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ്, പിന്നെ നമ്മൾ സാധാരണ ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യന്റിന്, ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, ഇമ്പോർട്ടന്റ് ഇലമെന്റ്സുകള് എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഒരു മോഡ് ഓഫ് ട്രാൻസ്ഫർ, ഏതൊക്കെ രീതിയിൽ നമുക്കൊരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. കുഴപ്പമില്ലാത്തൊരു ചാപ്റ്റർ ആണ് കേട്ടോ. ആ തുടക്കം 2 പേജ് ഭയങ്കര ഈസിയാണ്. പിന്നെ വരുന്ന 2 പേജ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവിടെ പറയുന്ന കുറെ മെഡിക്കൽ ടേംസുകളോ കുറെ മെഡിക്കൽ പ്രൊസീജിയറുകളെ പറ്റിയൊക്കെ പറയുന്നത്. അവിടെയാണ് നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നുക കേട്ടോ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എളുപ്പമാണ് മനസ്സിലാക്കാനൊക്കെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ ഒരു ഐഡിയ ആയോ നിങ്ങൾക്ക്? ചാപ്റ്ററിനെ പറ്റി ഒരു ഐഡിയ ആയോ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇൻട്രൊഡക്ഷൻ വായിക്കാം. ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് ഇൻട്രൊഡക്ഷൻ. The intra and the inter-hospital patient transfer is an important aspect of a patient care. Important aspect of a patient care, which is often handled to enhance the existing management of the patient. വേറൊന്നുമല്ല, അതായത് നമ്മളൊരു പേഷ്യന്റിന്റെ മാനേജ്മെന്റില് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണിത് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. പേഷ്യന്റിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. അതും പ്രത്യേകിച്ച് 2 ടൈപ്പ് ട്രാൻസ്ഫർ ആണ് ഉള്ളത്. ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ ഉണ്ട്, ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇപ്പൊ. ഓക്കെ, ഇൻട്രാ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് വിത്തിൻ ദ ഹോസ്പിറ്റൽ ആണ്. ദാറ്റ് മീൻസ് ഒരു ഹോസ്പിറ്റലിലെ തന്നെ നമ്മളൊരു യൂണിറ്റിൽ, ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് ഫ്രം വൺ ഹോസ്പിറ്റൽ ടു അനദർ ഹോസ്പിറ്റൽ അല്ലെ. അതിനെയാണ് നമ്മൾ ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പം ഇത് പേഷ്യന്റിന്റെ മാനേജ്മെന്റിൽ, അതായത് പേഷ്യന്റിന്റെ പരിചരണത്തിന്റെ ഭാഗമായിട്ടുള്ള അവരുടെ മാനേജ്മെന്റിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് മേ ഇൻവോൾവ് carrying a patient within the same facility for any diagnostic procedure. നമ്മൾ പറഞ്ഞതാണ് ഇൻട്രാ ഹോസ്പിറ്റൽ. നമ്മൾ ചിലപ്പോൾ ഒരു ഫർദർ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയറിന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ പേഷ്യന്റിനെ അതേ സെയിം ഫെസിലിറ്റി, അതേ സെയിം ഹോസ്പിറ്റലിൽ ഒരു യൂണിറ്റിന് മറ്റൊരു യൂണിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓർ അല്ലെങ്കിലോ ഷിഫ്റ്റ് ടു അനദർ ഫെസിലിറ്റി, ദാറ്റ് മീൻസ് അനദർ ഹോസ്പിറ്റൽ വിത്ത് മോർ വെൽ ഡെവലപ്ഡ് കെയർ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നിലവിലുള്ള ഹോസ്പിറ്റലില് വേണ്ടത്ര ട്രീറ്റ്മെന്റോ പരിചരണങ്ങൾ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഇല്ലെങ്കിൽ കൂടുതൽ അഡ്വാൻസ്ഡ് കെയർ ലഭിക്കുന്ന മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലൂടെ നമ്മൾ എന്ത് ചെയ്യും, പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്ത് വിടും. ഓക്കെ, അപ്പൊ അതിനെയാണ് ഇൻട്രാ എന്നും ഇന്റർ എന്നും പറയുന്നത് കേട്ടോ. അടുത്തത്
The main aim in all such shifting is to maintain the continuity of medical care. അതൊന്ന് വേണമെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് വെച്ചോ കേട്ടോ. എന്താണ് the main aim in all such shifting is to maintain the continuity of medical care. അപ്പോ നമ്മൾ ഈ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? To maintain in the continuity of medical care, അല്ലെ? അവർക്കുള്ള ആ ഒരു മെഡിക്കൽ പരിചരണത്തിന്റെ തുടർച്ച നിലനിർത്തുക. അവർക്ക് ഒരിക്കലും മെഡിക്കൽ പരിചരണത്തിന് ഒരു ബ്രേക്കേജ് വരരുത്. അതിന് കണ്ടിന്യൂസ് ആയിട്ട് അവർക്കൊരു ട്രീറ്റ്മെന്റ് പരിചരണങ്ങൾ ലഭിക്കണം. അതാണ് എന്തിന്റെ ഉദ്ദേശം? ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ ഉദ്ദേശം. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കാം. അടുത്ത നോക്കാം. As the transfer of sick patient may produce various physiological changes which may negatively affect the prognosis of the patient. ശരിയാണ്. അതായത് നമ്മളിപ്പോ വളരെ ഒരു അസുഖബാധിതനായിട്ടുള്ള ഒരാളെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്, ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് ശാരീരികമായിട്ട് പല എന്താ പറയാ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അത് അവരുടെ ഹെൽത്ത് കണ്ടീഷനെ ചിലപ്പോൾ വളരെയധികം മോശമായിട്ട് ചിലപ്പോൾ ബാധിക്കുകയും ചെയ്യും, അല്ലെ? അപ്പൊ അതൊക്കെ വളരെ റിസ്ക് ആണ്. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വരുന്ന റിസ്ക് ആണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഈസി ടാസ്ക് അല്ല. നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ രോഗികൾക്ക്, പ്രത്യേകിച്ച് അസുഖബാധിതരായിട്ടുള്ള ആളുകളാകുമ്പോൾ അവർക്ക് ഫിസിയോളജിക്കൽ, ശാരീരികമായിട്ട് ചിലപ്പോൾ പല ചേഞ്ചസുകൾ വരും. അത് അവരുടെ ഹെൽത്തിനെ വളരെ മോശമായിട്ട് ബാധിക്കുകയും ചെയ്യും, അല്ലെ? അപ്പൊ എന്ത് വേണം? ഇറ്റ് ഷുഡ് ബി ഇനീഷ്യേറ്റ് സേഫ് ട്രാൻസ്ഫർ, അല്ലെ? അപ്പൊ പേഷ്യന്റിന്റെ സേഫ്റ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ട്രാൻസ്ഫർ നടത്തേണ്ടത്. അപ്പൊ ഒരു സേഫ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്? അതാണ് അവിടെ പറയുന്നത്. ഇറ്റ് ഷുഡ് ബി ഇനീഷ്യേറ്റ് സേഫ് ട്രാൻസ്ഫർ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ഒന്നെന്താണ്? ഡിസിഷൻ ടു ട്രാൻസ്ഫർ, അല്ലെ? ആദ്യത്തെ കാര്യം എന്താണ്? ഡിസിഷൻ ടു ട്രാൻസ്ഫർ, അല്ലെ? ട്രാൻസ്ഫർ ചെയ്യാൻ എടുക്കുന്ന തീരുമാനം, അല്ലെ? ട്രാൻസ്ഫർ ചെയ്യാൻ എടുക്കുന്ന തീരുമാനം തൊട്ട് നമ്മൾ പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പാക്കണം, അല്ലെ? പേഷ്യന്റിന്റെ സേഫ്റ്റിയാണ് നമ്മളവിടെ ഉറപ്പുവരുത്തേണ്ടത്. ഒന്നാമത്തെ ഡിസിഷൻ to transfer, that means deciding the patient to transfer. ഒരു പേഷ്യന്റിന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ എടുക്കുന്ന തീരുമാനം അത് വളരെ ക്രൂഷ്യൽ ആണ്, അല്ലെ? നമ്മളൊരു ശരിക്കും ഒരു അനിവാര്യമായിട്ടുള്ള സിറ്റുവേഷനിൽ മാത്രമേ നമ്മൾ അങ്ങനെ തീരുമാനം എടുക്കാനായിട്ട് പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെതായ ചില റിസ്കുകളും എക്സ്പെൻസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ രോഗികളെ മാത്രമല്ല, അവരുടെ സ്റ്റാഫുകളെ ആയാലും രോഗികളുടെ ബന്ധുക്കളെ ആയാലും ഒക്കെ അവര് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. സോ ഏറ്റവും അനിവാര്യമായിട്ടുള്ള സിറ്റുവേഷനിൽ മാത്രമേ നമ്മളൊരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള തീരുമാനം എടുക്കാനായിട്ട് പാടുള്ളൂ. കാരണം അവിടെ പറയുന്നത് ഡിസിഷൻ ടു ട്രാൻസ്ഫർ ചെയ്യാൻ എടുക്കുന്ന തീരുമാനം. അവിടെ തൊട്ട് പേഷ്യന്റിന്റെ സേഫ്റ്റി നമ്മൾ ഉറപ്പുവരുത്തണം. പിന്നെന്താണ്? ആൻഡ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞ എന്താണ്? കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ റിസീവിംഗ് ടീം, അല്ലെ? അതായത് നമ്മളൊരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്ത് വിടുമ്പോ അവരെ സ്വീകരിക്കുന്ന ഫെസിലിറ്റിയായിട്ട് എന്ത് വേണം? ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കാം, വേണ്ടേ? ഈ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഉണ്ടായിരിക്കും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ റിസീവിംഗ് ഫെസിലിറ്റി. പിന്നെന്താണ്? പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ. അതുപോലെ നമ്മളൊരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപായിട്ട് അവരുടെ കണ്ടീഷനെ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റെബിലൈസ് ചെയ്യണം, അല്ലെ? അവരുടെ ഹെൽത്ത് കണ്ടീഷൻ ഒന്ന് സ്റ്റേബിൾ ആക്കി അതിന് വേണ്ട തയ്യാറെടുപ്പുകളും മറ്റും നടത്തണം, അല്ലെ? പിന്നെന്താണ്? ചൂസിങ് ദ അപ്രോപ്രിയേറ്റ് മോഡ് ഓഫ് ട്രാൻസ്ഫർ, അല്ലെ? ഏത് രീതിയിൽ ഈ രോഗിയെ ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളത് അവിടെ ചൂസ് ചെയ്യണം. അതായത് അവർ പറയുന്നുണ്ട് ലാൻഡ് ട്രാൻസ്ഫർ ആൻഡ് എയർ ട്രാൻസ്പോർട്ട്. അല്ലെങ്കിൽ നമുക്ക് ലാൻഡ് ട്രാൻസ്ഫർ നടത്താം, അല്ലെ? ആംബുലൻസ് വഴിയായിട്ട് ലാൻഡ് ട്രാൻസ്ഫർ. അതല്ലാണ്ട് എയർ ട്രാൻസ്ഫർ ഉണ്ട്, അല്ലെ? എയർ ട്രാൻസ്പോർട്ട് ഉണ്ട്. ദാറ്റ് മീൻസ് ഹെലികോപ്റ്ററോ എയ്റോപ്ലെയിൻ ആംബുലൻസ് അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെ? അതാണ് മോഡ് ഓഫ് ട്രാൻസ്ഫർ. ഏത് രീതിയിലാണ് നമ്മൾ ആ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്? അത് ലാൻഡ് ട്രാൻസ്ഫർ ആണോ, എയർ ട്രാൻസ്ഫർ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. പിന്നെന്താണ്? പേഴ്സണൽ ഗോയിങ് അലോങ് വിത്ത് ദ പേഷ്യന്റ്. അതോടൊപ്പം തന്നെ നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് പേഷ്യന്റിനെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് വിടുകയല്ല. അവരോടൊപ്പം ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ സ്റ്റാഫിനെ അവരുടെ കൂടെ അക്കമ്പനി ചെയ്യണം, അല്ലെ? കാര്യം ഈ രോഗിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് കൊടുക്കണമെങ്കിൽ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സണൽ അവിടെ ആവശ്യമാണ്, അല്ലെ? അതുകൊണ്ട് നമ്മൾ പേഷ്യന്റിന്റെ കൂടെ വിടാനായിട്ട് അല്ലെങ്കിൽ പേഷ്യന്റിനെ അക്കമ്പനി ചെയ്യാനായിട്ട് ഒരു റൈറ്റ് പേഴ്സണൽ, അതായത് ഒരു സ്റ്റാഫ് അവിടെ ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? എക്യുപ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് നീഡഡ് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്ഫർ. അതുപോലെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത്യാവശ്യം ആ രോഗിക്ക് വേണ്ട ചില എക്യുപ്മെന്റ്സുകൾ, അല്ലെ? മെഡിക്കൽ എക്യുപ്മെന്റ്സുകൾ, മറ്റുള്ള മോണിറ്ററിംഗ് സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരിക്കണം, അല്ലെ? ആൻഡ് ഫൈനലി ദ ഡോക്യുമെന്റേഷൻ ആൻഡ് ഹാൻഡ് ഓവർ
ഓഫ് ദ പേഷ്യന്റ് ആൻഡ് ദ റിസീവിംഗ് ഫെസിലിറ്റി. ഇത്രയും കാര്യങ്ങളൊക്കെ ഉറപ്പാക്കിയതിനു ശേഷമാണ് ഫൈനൽ ഡോക്യുമെന്റേഷൻ, എല്ലാ റെക്കോർഡുകളും ഡോക്യുമെന്റേഷനും ഒക്കെ കറക്റ്റ് ആക്കിയതിന് ശേഷമാണ് ഫൈനലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പേഷ്യന്റിനെ മറ്റൊരു ഫെസിലിറ്റിയിലോട്ട് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഇപ്പൊ വേറെ ഒന്നുമില്ല അതിനകത്ത് പറഞ്ഞത്. ട്രാൻസ്ഫർ എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്. അതായത് ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ ഉണ്ട്, ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ. പിന്നെ പറയുന്നത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പേഷ്യൻസിന് സ്വാഭാവികമായിട്ടും ശാരീരികമായിട്ടുള്ള പല വ്യതിയാനങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അവരുടെ ഹെൽത്ത് കണ്ടീഷൻ വളരെ മോശമായിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പേഷ്യന്റിന്റെ സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കും അവരെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി ഒരു സേഫ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്? ഒന്ന് ഡിസിഷൻ ആണ് അല്ലെ, ഡിസിഷൻ ടു ദ ട്രാൻസ്ഫർ ചെയ്യാൻ എടുക്കുന്ന തീരുമാനം തൊട്ട് നമ്മൾ പേഷ്യന്റിന്റെ ആ ഒരു സേഫ്റ്റി ഉറപ്പുവരുത്തുന്നത്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ അല്ലെ, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ റിസീവിംഗ് ഫെസിലിറ്റി, അവർ സ്വീകരിക്കുന്ന ഫെസിലിറ്റി ആയിട്ട് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. പിന്നെന്താണ്, പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ അല്ലെ, ആ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പായിട്ട് അവരെ സ്റ്റെബിലൈസ് ചെയ്യാൻ അതിന് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തണം. പിന്നെന്താണ്, അതായത് ചൂസിങ് ദ അപ്രോപ്രിയേറ്റ് പേഴ്സണൽ ഫോർ അക്കമ്പനിങ് ദ പേഷ്യന്റ് അല്ലെ, പേഷ്യന്റിനെ അക്കമ്പനി ചെയ്തുകൊണ്ട് ഒരു അനുയോജ്യമായിട്ടുള്ള ഒരു മെഡിക്കൽ സ്റ്റാഫുകളെ അവരുടെ കൂടെ പറഞ്ഞയക്കണം. പിന്നെന്താണ്, എക്യുപ്മെന്റ്സ് ആൻഡ് മോണിറ്ററിംഗ് ഡിവൈസസ് നീഡഡ് ഫോർ ദ ട്രാൻസ്ഫർ. നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവരുടെ കാര്യങ്ങൾ അല്ലെ, അവരുടെ ആ ഒരു ശാരീരിക അവസ്ഥകൾ മോണിറ്റർ ചെയ്യാനായിട്ട് ചില മെഡിക്കൽ എക്യുപ്മെന്റ്സുകളും മറ്റു മോണിറ്ററിംഗ് ഡിവൈസസും ആവശ്യമായിട്ട് വരും. ഇതെല്ലാം ചെയ്ത് കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റേഷൻ ഒക്കെ നടത്തിയതിനു ശേഷമാണ് നമ്മളൊരു പേഷ്യന്റിനെ മറ്റൊരു ഫെസിലിറ്റിയിലോട്ട് അല്ലെങ്കിൽ മറ്റൊരു യൂണിറ്റിലോട്ട് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? മനസ്സിലായല്ലോ? ഇനി അടുത്തത് കേട്ടോ, നെക്സ്റ്റ് നമ്മൾ ഡെഫിനീഷൻ ആണ് പഠിക്കുന്നത്. ഡെഫിനീഷൻ ആണ് കേട്ടോ, അതൊന്ന് പഠിച്ചു വെക്കാം കേട്ടോ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. എന്താണ് ട്രാൻസ്ഫർ എന്നതിന് കൃത്യമായുള്ള ഒരു ഡെഫിനീഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. വായിക്കാം. ട്രാൻസ്ഫർ ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രിപ്പയറിംഗ് പേഷ്യന്റ്, completing requested records and shifting the patient to another department within the hospital or to another hospital or home. അതാണ് പറയുന്നത്, ആവശ്യമായിട്ടുള്ള റെക്കോർഡുകളൊക്കെ പൂർത്തിയാക്കി പേഷ്യന്റിനെ തയ്യാറാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു യൂണിറ്റിൽ നിന്ന് ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലോട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്താണ് മറ്റൊരു ഹോസ്പിറ്റലിലോട്ടോ അല്ലെങ്കിൽ വീട്ടിലോട്ടോ നമ്മളൊരു പേഷ്യന്റിനെ മാറ്റുന്നതിനെയാണ് ട്രാൻസ്ഫർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറെ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ലല്ലോ. ട്രാൻസ്ഫർ എന്താണെന്ന് നമുക്കറിയാം അല്ലെ. തന്നെ ട്രാൻസ്ഫർ ആവശ്യമായിട്ടുള്ള രേഖകളൊക്കെ പൂർത്തിയാക്കിയിട്ട് രോഗികളെ തയ്യാറാക്കിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലോട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലോട്ടോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ടോ നമ്മൾ ആ ഒരു പേഷ്യന്റിനെ മാറ്റുന്ന പ്രോസസ് അല്ലെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ജസ്റ്റ് നെക്സ്റ്റ് വരുന്നത് പർപ്പസ് ആണ് കേട്ടോ. ഈ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നാണ് പറയുന്നത്. ഉദ്ദേശം നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്താണ്? ടു മെയിൻറ്റെയിൻ ദ കണ്ടിന്യൂറ്റി ഓഫ് കെയർ അല്ലെ, രോഗിയുടെ ആ ഒരു കണ്ടിന്യൂറ്റി ഓഫ് കെയർ അത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. പക്ഷെ അവിടെ കുറച്ച് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നോക്കി വയ്ക്കുക കേട്ടോ. പർപ്പസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ പോയിന്റ് എന്താണ്? to get the necessary diagnostic test and procedure അല്ലെ, രോഗിക്ക് ആവശ്യമായിട്ടുള്ള എന്താണ് രോഗനിർണയ പരിശോധനകളും മറ്റു പ്രൊസീജിയറുകളൊക്കെ എന്താണ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, കുറെ കൂടെ നല്ല ഡയഗ്നോസ്റ്റിക് പരിശോധനകളും നടപടിക്രമങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിനാണ്? ടു പ്രൊവൈഡ് ട്രീറ്റ്മെന്റ് ആൻഡ് നഴ്സിംഗ് കെയർ അല്ലെ, രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സയും നഴ്സിംഗ് പരിചരണങ്ങളൊക്കെ ലഭ്യമാകുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ എന്താണ്? ടു പ്രൊവൈഡ് സ്പെഷ്യലൈസ്ഡ് കെയർ അല്ലെ, ഒരു സ്പെഷ്യലൈസ്ഡ് ഒരു വിദഗ്ധ പരിചരണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. ഇപ്പൊ നമ്മളൊരു കാഷ്വാലിറ്റിയിൽ വരുന്ന ഒരു പേഷ്യന്റ് അല്ലെ, അപ്പൊ അവർക്ക് ചെസ്റ്റ് പെയിൻ ആയിട്ട് വരുന്നു, പക്ഷെ നമ്മൾ പരിശോധനയിൽ നമുക്ക് മനസ്സിലായി ഇതൊരു ബ്ലോക്കിന്റെ ലക്ഷണമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർക്ക് ഒരു സ്പെഷ്യലൈസ്ഡ് കെയർ കൊടുക്കാൻ നമ്മൾ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലോട്ട് അവരെ ട്രാൻസ്ഫർ ചെയ്യും അല്ലെ. അപ്പൊ അതാണ് ടു പ്രൊവൈഡ് ഇത് സ്പെഷ്യലൈസ്ഡ് കെയർ അല്ലെ, കുറെ കൂടെ വിദഗ്ധ പരിചരണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യും. പിന്നെന്താണ്?
to place the most suitable utilization or available personnel and services. Personnel എന്ന് പറഞ്ഞ സ്റ്റാഫ് എന്നാണ് അർത്ഥം കേട്ടോ. അതായത് നമുക്ക് എന്താണ് ലഭ്യമായിട്ടുള്ള എല്ലാ ജീവനക്കാരുടെയും അതുപോലെ സേവനങ്ങളെയൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക അല്ലെ. നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ ലഭ്യമായിട്ടുള്ള ജീവനക്കാര് അതുപോലെ അവിടെയുള്ള സേവനങ്ങളൊക്കെ ഏറ്റവും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. പിന്നെ എന്താണ് ടു മാച്ച് സിവിയറിറ്റി ഓഫ് നഴ്സിംഗ് കെയർ ബേസ്ഡ് ഓൺ പേഷ്യൻസ് ലെവൽ ഓഫ് നീഡ്സ് ആൻഡ് പ്രോബ്ലംസ്. അതുപോലെ ഓരോ പേഷ്യൻസിന്റെയും അവരുടെ ആവശ്യകതകൾ അല്ലെങ്കിൽ അവരുടെ പ്രോബ്ലംസുകൾ ബേസ് ചെയ്തുകൊണ്ട് ഏറ്റവും തീവ്രമായിട്ടുള്ള ഒരു നഴ്സിംഗ് പരിചരണങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പേഷ്യന്റിന് ട്രാൻസ്ഫർ ചെയ്യുന്നത്. വെറുതെ അങ്ങനെ പോയിന്റ്സ് കൊടുക്കുന്നുള്ളൂ. നമുക്ക് എല്ലാത്തിന്റെയും അൾട്ടിമേറ്റ് എന്താണ് ടു മെയിൻറ്റെയിൻ ദ കണ്ടിന്യൂറ്റി ഓഫ് മെഡിക്കൽ കെയർ. അത് എടുത്ത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അല്ലെ. കുറെ കൂടെ നല്ല ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളും പ്രൊസീജിയറും ലഭിക്കാനും നല്ല ട്രീറ്റ്മെന്റും നഴ്സിംഗ് പരിചരണം ലഭിക്കാനും സ്പെഷ്യലൈസ്ഡ് കെയർ ലഭിക്കാനും അതുപോലെ ആ ഹോസ്പിറ്റലിൽ ലഭ്യമായിട്ടുള്ള ജീവനക്കാരുടെയും സേവനങ്ങളുടെ ഏറ്റവും നല്ല ഉപയോഗം സാധ്യമാകും. പിന്നെ പേഷ്യൻസിന്റെ ആവശ്യകതകൾ അവരുടെ പ്രോബ്ലംസിനെ ബേസ് ചെയ്തുകൊണ്ട് ഏറ്റവും സിവിയർ ആയിട്ടുള്ള ഏറ്റവും തീവ്രമായിട്ടുള്ള ഒരു നഴ്സിംഗ് പരിചരണങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആയോ? പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അടുത്തതാണ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് കേട്ടോ. അതായത് നമ്മൾ ഈ ട്രാൻസ്ഫർ രണ്ട് ടൈപ്പ് ഉണ്ട്. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. നേരത്തെ പറഞ്ഞില്ലേ, രണ്ട് പ്രാവശ്യം പറഞ്ഞു. അത് തന്നെയാണ് കേട്ടോ. രണ്ട് ടൈപ്പാണ്. ഏതൊക്കെയാണ് ആ രണ്ട് ടൈപ്പ്? ഒന്ന് ഇന്റേണൽ ട്രാൻസ്ഫർ, മറ്റൊന്ന് എക്സ്റ്റേണൽ ട്രാൻസ്ഫർ. ഇന്റേണൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നിങ്ങൾ പറയൂ. ഇന്റേണൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഇന്റർ ആയിരിക്കും, ഇന്റർ ആയിരിക്കും. ഇതായിരിക്കും വരിക. നിങ്ങൾക്ക് പറഞ്ഞേ. ഇന്റേണൽ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ഇന്റർ ആണോ ഇന്റർ ആണോ? എന്താണ് വരിക? തെറ്റിപ്പോയി സിഗി. ദേവിക പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടോ. ഇന്റർ ആണ്, ഇന്റർ അല്ല കേട്ടോ. ഇന്റർ എന്നാണ് പറയാം. വിത്ത് ഇന്റ. ഇന്റേണൽ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ അകത്ത് തന്നെ. ഹോസ്പിറ്റലിന്റെ അകത്ത് എന്ന് പറയുന്നത് വിത്ത് ഇന്റ ഹോസ്പിറ്റലാണ്. അതെന്താണ്? ഇന്റയാണ്. മാറിപ്പോകരുത്. പലർക്കും തെറ്റിപ്പോകുന്നതാണ്. ഇന്റയും തെറ്റും ഇന്ററും തെറ്റും. നമ്മൾ ഇന്റർ എന്ന് കേൾക്കുമ്പോഴാണ് ചിലപ്പോൾ അകത്തുനിന്ന് ചിന്തിക്കുക. അങ്ങനെയല്ല കേട്ടോ. ഇന്റർ എന്ന് പറഞ്ഞാൽ വിത്ത് ഇന്റ. രണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള കണക്ഷൻ ആണ്. ഇന്റ എന്ന് പറയുമ്പോൾ വിത്ത് ഇന്റ ആണ് കേട്ടോ. ഇൻസൈഡ് ആണ്. നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? മെഡിക്കൽ ടെർമിനോളജിക്കകത്ത് പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ഇങ്ങനത്തെ വാക്കുകൾ ഇനി ഒരുപാട് വരും. അപ്പൊ കൺഫ്യൂസ്ഡ് ആവരുത് കേട്ടോ. അപ്പൊ ഒന്ന് ഇന്റേണൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ. എന്താണ്? ടു ട്രാൻസ്ഫർ ദ പേഷ്യന്റ് ഇൻ എ യൂണിറ്റ് ദാറ്റ് പ്രൊവൈഡ്സ് സ്പെഷ്യൽ കെയർ ഓർ കെയർ suited to his requirements. ഏറ്റവും എളുപ്പത്തിൽ പറയാൻ പറ്റുന്നത് it is the transfer of patients from one unit to another unit within the hospital. That is called internal transfer. ഒരു എക്സാമ്പിൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഫ്രം ജനറൽ വാർഡ് ടു ICU അല്ലെ. നമ്മളൊരു ജനറൽ വാർഡിലുള്ള ഒരു പേഷ്യന്റിനെ നമ്മൾ എവിടേക്ക് മാറ്റുകയാണ്? അതേ ഹോസ്പിറ്റലിൽ തന്നെ ICUയിലോട്ട് നമ്മൾ മാറ്റുകയാണ്. അത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഇന്റേണൽ ട്രാൻസ്ഫറിന്റെ എക്സാമ്പിൾ ആണ്. അതേ ഹോസ്പിറ്റലിൽ തന്നെ വാർഡിൽ നിന്നും ICUയിലോട്ടാണ് നമ്മൾ മാറ്റുന്നത് അല്ലെ. ഓക്കെ. അടുത്തത് എന്താണ്? എക്സ്റ്റേണൽ ട്രാൻസ്ഫർ. അതെന്തായിരിക്കും? അതാണ് ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് ഫ്രം വൺ ഹോസ്പിറ്റൽ ടു അനദർ ഹോസ്പിറ്റൽ അല്ലെ. അപ്പൊ നോക്കുക. ടു ട്രാൻസ്ഫർ ദ പേഷ്യന്റ് ഫ്രം വൺ ഹോസ്പിറ്റൽ ടു അനദർ ഹോസ്പിറ്റൽ ഫോർ ദ പർപ്പസ് ഓഫ് സ്പെഷ്യൽ കെയർ അല്ലെ. ചിലപ്പോൾ ഒരു സ്പെഷ്യലൈസ്ഡ് കെയർ കൊടുക്കാനോ. ഒരു എക്സാമ്പിൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഫ്രം ജനറൽ ഹോസ്പിറ്റൽ ടു സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽ, ദാറ്റ് മീൻസ് ക്യാൻസർ സെന്റർ. ഒരു ജനറൽ ഹോസ്പിറ്റലിൽ നിന്നും നമ്മൾ പേഷ്യന്റിനെ കുറെ കൂടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യാണ്. ലൈക്ക് ക്യാൻസർ സെന്റർ. ഒരു ജനറൽ ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ള ഒരു പേഷ്യന്റ് അയാളുടെ പരിശോധനയിൽ ഡയഗ്നൈസ് ചെയ്തിട്ട് ക്യാൻസർ ആണ്. അപ്പൊ ക്യാൻസർ ട്രീറ്റ്മെന്റിനായിട്ട് അവര് മറ്റേതെങ്കിലും ക്യാൻസർ സെന്റർ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലോട്ട് അവരെ ട്രാൻസ്ഫർ. അതിന്റെ എക്സാമ്പിൾ ആണ് എക്സ്റ്റേണൽ ട്രാൻസ്ഫറിന്റെ എക്സാമ്പിൾ ആണ്. ക്ലിയർ ആയോ? അത്രയും കാണുന്നത് ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ. ആ ഒരു പേജ് ഒന്ന് വായിച്ചു നോക്കൂ. എന്നിട്ട് നമുക്ക് അടുത്ത പേജിലോട്ട് പോവാം. ഓക്കെ. ഒന്ന് വായിച്ചു നോക്കൂ. ഇൻട്രൊഡക്ഷനും പർപ്പസും ആ രണ്ട് ടൈപ്പുകളൊന്ന് ഓടിച്ച് വായിച്ച് മനസ്സിലാക്കി കേട്ടോ.
ഓക്കെ, അത്രയും ക്ലിയർ ആയി വെച്ചാൽ അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോകാം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ട്രാൻസ്ഫർ വിത്തിൻ ദ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫർ വിത്തിൻ ദ ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്റേണൽ ട്രാൻസ്ഫർ ആണ് അല്ലെ, അഥവാ ഇന്റേണൽ ട്രാൻസ്ഫർ എന്ന് അല്ലെങ്കിൽ ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ എന്ന് പറയാം. അങ്ങനെ നമ്മളൊരു ഹോസ്പിറ്റലിലെ തന്നെ നമ്മളൊരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലൂടെ നമ്മളൊരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് അവിടെ നടക്കുന്ന കാര്യങ്ങളാണ്. ഒരു ഇന്റേണൽ ട്രാൻസ്ഫർ നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കാനായിട്ട് ഉള്ളത് കേട്ടോ. അതാണ് അവിടെ കുറെ പോയിന്റുകളായിട്ട് ലിസ്റ്റ് ചെയ്തത്. ജസ്റ്റ് അതൊക്കെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തത്, ചെക്ക് ദ ഡോക്ടേഴ്സ് ഓർഡർ ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്. A written declaration is required from the doctor. ആദ്യം എന്താണ് വേണ്ടത്? പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഡോക്ടറുടെ ഓർഡർ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. ഡോക്ടർ ഓർഡർ കൊടുക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ആ ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഡോക്ടറുടെ ഓർഡർ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക, പരിശോധിക്കുക. അതിനായിട്ട് എ റിട്ടേൺ ഡിക്ലറേഷൻ ഇസ് റിക്വയർഡ് ഫ്രം ദ ഡോക്ടർ. അതൊരു രേഖാമൂലമുള്ള ഒരു ഡിക്ലറേഷൻ അതിന് ആവശ്യമാണ്. ഡോക്ടറുടെ രേഖാമൂലമുള്ള ഒരു ഓറൽ അതല്ല വേണ്ടത്, രേഖാമൂലമുള്ള ഒരു ഡിക്ലറേഷൻ അവിടെ ആവശ്യമാണ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, ഇന്റിമേറ്റ് ദ പേഷ്യന്റ് ആൻഡ് റിലേറ്റീവ്സ് ടു ബി ഫ്രീ ഫ്രം ആൻസൈറ്റി. അതായത് ഈ പറയുന്ന പേഷ്യന്റിനെയും അവരുടെ എന്താ പറയാ റിലേറ്റീവ്സ് അല്ലെ, അവരുടെ ബന്ധുജനങ്ങളെയൊക്കെ ആ ഒരു ആൻസൈറ്റിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന വിവരങ്ങൾ അവരെ അറിയിക്കുക. നമ്മൾ പെട്ടെന്ന് പേഷ്യന്റിന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ചിലപ്പോൾ പേഷ്യന്റിനായാലും അവരുടെ കുടുംബാംഗങ്ങൾക്കായാലും ചിലപ്പോൾ ഒരു പേടി തോന്നാം അല്ലെ, ഒരു ടെൻഷൻ, എന്താണോ പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരു ഉത്കണ്ഠ ആശങ്കയൊക്കെ അവർക്ക് ഉണ്ടാവാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആൻസൈറ്റി ഉണ്ടാവാതിരിക്കാനായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പേഷ്യന്റിനോടും അവരുടെ റിലേറ്റീവ്സിനോടും ഇന്റിമേറ്റ് ചെയ്യാം അല്ലെ, അവരെ നമ്മൾ അറിയിക്കാം. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇന്റിമേറ്റ് ദ പേഷ്യന്റ് ആൻഡ് റിലേറ്റീവ്സ് ടു ബി ഫ്രീ ഫ്രം ആൻസൈറ്റി. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഇന്റിമേറ്റ് ദ വാർഡ് സിസ്റ്റർ വേർ ദ പേഷ്യന്റ് ഈസ് ട്രാൻസ്ഫേർഡ്. അതായത് നമ്മൾ എവിടേക്കാണോ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് അവിടുത്തെ വാർഡ് സിസ്റ്ററിനെ നമ്മൾ അറിയിക്കാം. ഓക്കെ, ഇന്റിമേറ്റ് ദ വാർഡ് സിസ്റ്റർ വേർ ദ പേഷ്യന്റ് ഈസ് ട്രാൻസ്ഫേർഡ്. എവിടേക്കാണോ നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ഒരു വിവരം നമ്മൾ വാർഡ് സിസ്റ്ററിനെ അറിയിക്കുക. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? ചെക്ക് ദ ചാർട്ട് ഫോർ ദ കംപ്ലീറ്റ് റെക്കോർഡിംഗ് ഓഫ് ഇമ്പോർട്ടന്റ് സൈൻസ്, നഴ്സിംഗ് കെയർ ആൻഡ് ട്രീറ്റ്മെന്റ് ഗിവൺ. അത് കൂടാതെ നമ്മൾ ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ ചാർട്ട് അല്ലെ, പേഷ്യന്റിന്റെ ചാർട്ട് എന്ന് വെച്ചാൽ ഹെൽത്ത് റെക്കോർഡാണ്. ഹെൽത്ത് ചാർട്ട് നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിരിക്കണം, പരിശോധിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ കംപ്ലീറ്റ് റെക്കോർഡിംഗ് ഓഫ് ഇമ്പോർട്ടന്റ് സൈൻസ്. അതായത് അവരുടെ ചാർട്ടില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈഡുകൾ, സിഗ്നേച്ചർ ഒക്കെ ആവശ്യമായിട്ടുള്ള ഏരിയകൾ ഉണ്ടാവും. അവിടെയൊക്കെ എല്ലാ സിഗ്നേച്ചറുകളും ഡോക്ടേഴ്സിന്റെയും നഴ്സിന്റെയും മറ്റു സിഗ്നേച്ചറുകളൊക്കെ കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ആയിട്ടുണ്ടോ, റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ, കറക്റ്റ് സിഗ്നേച്ചർ കാര്യങ്ങളൊക്കെ അതിൽ ഇട്ടിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്താനും, അതുപോലെ നഴ്സിംഗ് കെയർ ആൻഡ് ട്രീറ്റ്മെന്റ് ഗിവൺ, അവർക്ക് കൊടുത്തിട്ടുള്ള നഴ്സിംഗ് പരിചരണങ്ങൾ, അവർക്ക് കൊടുത്തിട്ടുള്ള ചികിത്സകള്, അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ റെക്കോർഡുകൾ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫൈലുകളൊക്കെ വാങ്ങിയിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കാനായിട്ട് നമ്മൾ അവരുടെ ചാർട്ട് എന്ത് ചെയ്തിരിക്കണം? പരിശോധിച്ചിരിക്കണം. ഓക്കെ, ഇതാണ് അവിടെ പറയുന്നത് കേട്ടോ. ചെക്ക് ദ ചാർട്ട് ഫോർ ദ കംപ്ലീറ്റ് റെക്കോർഡിംഗ് ഓഫ് ഇമ്പോർട്ടന്റ് സൈൻസ്, നഴ്സിംഗ് കെയർ ആൻഡ് ട്രീറ്റ്മെന്റ് ഗിവൺ.
അടുത്ത പോയിന്റ് ഇതാണ്, gather the patient എക്സ്റേസ്, എക്സ്റേ, മെഡിസിൻ ആൻഡ് അതർ ബിലോങ്ങിങ്സ് കേട്ടോ. അതുപോലെ നമ്മുടെ പേഷ്യന്റിന്റെ എക്സ്റേ, മെഡിസിൻ, മറ്റുള്ള പേഷ്യന്റിന്റെ ബിലോങ്ങിങ്സ്, അവരുടെ വസ്തുവകകൾ ഇതെല്ലാം തന്നെ ഗ്യാദർ ചെയ്യുക കേട്ടോ. അതായത് ഒരുമിച്ച് അത് കളക്ട് ചെയ്ത് വെക്കുക. കാരണം നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പായിട്ട് അവരുടെ എല്ലാ ഐറ്റംസുകളും കളക്ട് ചെയ്ത് വെക്കണം അല്ലെ. ഗ്യാദർ ദ പേഷ്യന്റ് എക്സ്റേ, മെഡിസിൻ ആൻഡ് അതർ ബിലോങ്ങിങ്സ്. അടുത്തത് എന്താണ്, കോൾ ഓഫ് ദ ഹോസ്പിറ്റൽ ഡയറ്റ് or transfer to the new ward the patient is going. Call off the hospital diet. Call off ചെയ്യാന്ന് വെച്ചാൽ നിർത്താനുള്ള അർത്ഥമാണ്. അതായത് നമ്മൾ നിലവില് ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ പേഷ്യന്റ് ഇരിക്കുന്നത് അവിടേക്ക് പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണ സേവനങ്ങൾ കൊടുക്കുന്നുണ്ടാവും ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്. അപ്പൊ അവിടെ നിന്ന് നമ്മൾ പേഷ്യന്റിന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിലോട്ട് വിളിച്ച് അവിടേക്കുള്ള ഫുഡ് സപ്ലൈ നിർത്താൻ പറയും. നിർത്തിയിട്ട് എവിടേക്കാണോ പേഷ്യന്റ് പോകുന്നത് അവിടേക്ക് എന്ത് ചെയ്യണം, ഡയറ്റ് കൊടുത്തു വിടണം. അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ അത് ഇന്റിമേറ്റ് ചെയ്യണം, ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിനോട് ഇന്റിമേറ്റ് ചെയ്യണം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കോൾ ഓഫ് ദ ഹോസ്പിറ്റൽ ഡയറ്റ് ഓർ ട്രാൻസ്ഫർ ടു ദ ന്യൂ വാർഡ് ദ പേഷ്യന്റ് ഈസ് ഗോയിങ് കേട്ടോ. നിലവിലുള്ള ഫുഡ് സപ്ലൈ ഉണ്ടാവുമല്ലോ, അവിടുന്ന് പേഷ്യന്റ് പോവാണ്. അതുകൊണ്ട് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ച് അവിടുത്തെ ഫുഡ് സപ്ലൈ സ്റ്റോപ്പ് ചെയ്തിട്ട് എവിടേക്കാണോ പേഷ്യന്റ് പോകുന്നത് അങ്ങോട്ടേക്ക് ഡയറ്റ് കൊടുത്തു വിടണം. അതിനുള്ള സൗകര്യങ്ങൾ ചെയ്യണം. ഓക്കെ. പിന്നെന്താണ്, എയ്ഡ് ദ റിലേറ്റീവ്സ് ടു ഗ്യാദർ അതർ ബിലോങ്ങിങ്സ്. അതായത് പേഷ്യന്റിന് മറ്റ് ബിലോങ്ങിങ്സ്, മറ്റ് ബിലോങ്ങിങ്സ് വെച്ചാൽ പേഷ്യന്റിന് മറ്റ് വസ്തുക്കള്, അവരുടെ ക്ലോത്തിങ്ങുകളാവാം, മെഡിസിൻസ് ആവാം, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകളോ കാര്യങ്ങളോ അങ്ങനെ എന്തുമാവാം അല്ലെ. രോഗിയുമായിട്ട് ബന്ധപ്പെട്ട ബിലോങ്ങിങ്സ് ഒക്കെ ഗ്യാദർ ചെയ്യാൻ, കളക്ട് ചെയ്യാനായിട്ട് അവരുടെ റിലേറ്റീവ്സിനെ സഹായിക്കാം. ഓക്കെ, അവരുടെ ബന്ധുക്കളെ സഹായിക്കാം. പിന്നെ എന്താണ്, മേക്ക് അറേഞ്ച്മെന്റ് ടു പേ ഓഫ് ഫ്യൂ ഡേയ്സ് ഇൽ ഗോയിങ് ടു അനദർ ഹോസ്പിറ്റൽ. ഇപ്പോ ഈ ഒരു പേഷ്യന്റ് മറ്റൊരു ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നതെങ്കിൽ, നിലവിൽ ഹോസ്പിറ്റലിലാണെങ്കിൽ കുഴപ്പമില്ല, മറ്റൊരു ഹോസ്പിറ്റലിലോട്ടാണ് പേഷ്യന്റ് പോകുന്നതെങ്കിൽ ഏതെങ്കിലും ബില്ലുകൾ ഡ്യൂ വന്നിട്ടുണ്ടോ, എന്തെങ്കിലും ബില്ലുകൾ അവരെ പെൻഡിങ് ഉണ്ടോ അടയ്ക്കാനുണ്ടെങ്കിൽ അതൊക്കെ പേ ചെയ്തിട്ടുള്ള അറേഞ്ച്മെന്റ്സുകൾ വെളിയിലിറങ്ങിയിട്ട് അവർക്ക് ചെയ്തു കൊടുക്കണം. കുടിശ്ശിക ബാക്കിയുണ്ടോ എന്ന് അറിയണം. പേയ്മെന്റുകൾ എന്തെങ്കിലും, ബില്ലുകൾ എന്തെങ്കിലും പേ ചെയ്യാൻ ബാലൻസ് ഉണ്ടെങ്കിൽ, പെൻഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നോക്കി അത് പേ ചെയ്യാനുള്ള അറേഞ്ച്മെന്റ്സുകൾ ചെയ്തിരിക്കണം. പിന്നെന്താണ്, റെക്കോർഡ് ടൈം, മോഡ് ഓഫ് ട്രാൻസ്ഫർ ആൻഡ് ജനറൽ കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ്. അതോടൊപ്പം നമ്മൾ പേഷ്യന്റിന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവരുടെ അത് ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈം, അതുപോലെ തന്നെ മോഡ് ഓഫ് ട്രാൻസ്ഫർ, ഏത് രീതിയിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, എയർ ട്രാൻസ്പോർട്ട് ആണോ ലാൻഡ് ട്രാൻസ്പോർട്ട് ആണോ, അതുപോലെ ജനറൽ കണ്ടീഷൻ, ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്ത് വെച്ചിരിക്കണം, റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, എപ്പോഴാണ് അവർ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഏത് ടൈമിലാണ്, ഏത് രീതിയിലാണ് അവർ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ആ ട്രാൻസ്ഫർ ചെയ്ത സമയത്തുള്ള പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, റെക്കോർഡ് ചെയ്തിരിക്കണം. ഓക്കെ. പിന്നെ എന്താണ്, അസിസ്റ്റിംഗ് ട്രാൻസ്ഫറിംഗ് റിസ്ക് പേഷ്യൻസ് ടു വീൽ ചെയർ ഓൺ സ്ട്രെച്ചർ ആൻഡ് ഗോയിങ് അലോങ് വിത്ത് ദ പേഷ്യൻസ് ടു ദ ന്യൂ ഏരിയ. അതുകൂടാതെ വളരെ റിസ്ക് ആയിട്ടുള്ള, അതായത് റിസ്കി കണ്ടീഷൻസ് ഉള്ള പേഷ്യൻസ് ഉണ്ടാവുമല്ലോ, അവരെ വീൽ ചെയറിലോട്ട് അല്ലെങ്കിൽ സ്ട്രെച്ചറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനായിട്ട് സഹായിക്കാം. അതോടൊപ്പം ഗോയിങ് അലോങ് വിത്ത് ദ പേഷ്യൻസ് ടു ദ ന്യൂ ഏരിയ, പുതിയ ഏരിയയിലോട്ട് പോകുമ്പോൾ പേഷ്യൻസിനോടൊപ്പം പോകണം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കമ്പനി ചെയ്യണമെന്ന് പറഞ്ഞു അല്ലെ. പുതിയൊരു ഏരിയയിലോട്ട് പോകുമ്പോൾ പേഷ്യന്റ് ഒറ്റയ്ക്ക് വിടാണ് വേണ്ടത്, അല്ല, അവരെ കമ്പനി ചെയ്തുകൊണ്ട് പോകണം അല്ലെ. പിന്നെന്താണ്, ഡെലിവർ പേഷ്യന്റ് ഡോക്യുമെന്റ്സ്, ബിലോങ്ങിങ്സ് ആൻഡ് റിപ്പോർട്ട് ഓറലി ടു ദ ഇൻചാർജ് നഴ്സ് ഓർ സിസ്റ്റർ. അതായത് പേഷ്യന്റിന്റെ ഡോക്യുമെന്റ്സുകള്, അവരുടെ വസ്തുക്കള് ഇതെല്ലാം കൈമാറുക, അവർക്ക് എത്തിച്ചു കൊടുക്കുക അല്ലെ. ഡെലിവറി പുതിയ ഏരിയയിലോട്ട് എത്തിച്ചു കൊടുക്കുക. അതോടൊപ്പം റിപ്പോർട്ട് ഓറലി ടു ദ ഇൻചാർജ് നഴ്സ് ഓർ സിസ്റ്റർ. അതുപോലെ അവിടെ ഇൻചാർജ് ഉള്ള നഴ്സ് അല്ലെങ്കിൽ സിസ്റ്ററിന്റെ അടുത്ത് ഓറൽ റിപ്പോർട്ട് കൊടുക്കുക, ഓറലി റിപ്പോർട്ട് ചെയ്യുക, പുതിയൊരു പേഷ്യന്റ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ അവരോട് റിട്ടേൺ ആയിട്ടുള്ള ഓറൽ റിപ്പോർട്ട് കൊടുക്കുക. ഓക്കെ. പിന്നെന്താണ്, ഗ്യാദർ ദ വാർഡ് ആർട്ടിക്കിൾസ്. അതുപോലെ വാർഡുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളൊക്കെ കളക്ട് ചെയ്തിരിക്കുക. വാർഡുമായിട്ട് ബന്ധപ്പെട്ടെന്ന് വെച്ചാൽ രോഗി കിടന്നിരുന്ന ആ വാർഡ്, അല്ലെങ്കിൽ അവിടുത്തെ ബെഡിലിരുന്ന ബ്ലാങ്കറ്റോ അല്ലെങ്കിൽ ബെഡ്ഷീറ്റുകളോ, പേഷ്യന്റിന് ധരിക്കാനുള്ള ഗൗൺസുകളോ, ക്ലോത്തിങ്ങുകളോ, യൂട്ടൻസിൽസുകളോ, അങ്ങനെ വാർഡ് ആർട്ടിക്കിൾസ്, വാർഡുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളൊക്കെ ഗ്യാദർ ചെയ്ത് വെക്കാം. പിന്നെന്താണ്, ഇവാലുവേറ്റ് ദ മെത്തേഡ് ഫോർ ട്രാൻസ്പോർട്ട്, ഇൻഫോം ദ റിസീവിംഗ് നഴ്സ്. അതുപോലെ ഏത് രീതിയിലാണ് മെത്തേഡ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്, ഏത് രീതിയിലാണ് അവർ ട്രാൻസ്ഫർ ചെയ്യുന്നത് അത് കൃത്യമായിട്ട് വിലയിരുത്തിയിട്ട് ആ വിവരം നമ്മൾ റിസീവിംഗ് നഴ്സിനെ, അതായത് പേഷ്യന്റിനെ ഇനി സ്വീകരിക്കാൻ പോകുന്ന നഴ്സ് ആരാണോ അവരെ അറിയിക്കുക. ഓക്കെ. പിന്നെന്താണ്, മെയിൻറ്റെയിൻ ദ പേഷ്യൻസ് ഫിസിക്കൽ വെൽഫെയർ,
ഡ്യൂറിംഗ് ദ ട്രാൻസ്പോർട്ടിനുള്ള ന്യൂ നഴ്സിംഗ് യൂണിറ്റ്. അപ്പൊ ഒരു പുതിയ നഴ്സിംഗ് യൂണിറ്റിലോട്ട് നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അവരുടെ ഫിസിക്കൽ വെൽഫെയർ, അവരുടെ ശാരീരികമായിട്ടുള്ള ക്ഷേമം ഉറപ്പുവരുത്തുക. എന്ന് വെച്ചാൽ അവർക്ക് ശാരീരികമായിട്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, അത് സ്റ്റേബിൾ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുക. ഓക്കെ, അടുത്തത് എന്താണ്? പ്രൊവൈഡ് ഓറൽ റിപ്പോർട്ട് അബൌട്ട് ദ പേഷ്യൻസ് കണ്ടീഷൻസ് ടു ദ റിസീവിംഗ് യൂണിറ്റ് നഴ്സ്. അതുകൂടാതെ പേഷ്യന്റിനെ റിസീവ് ചെയ്യുന്ന ആ ഒരു നഴ്സിനോട് പേഷ്യന്റിന്റെ കണ്ടീഷനെ പറ്റിയിട്ട് ഓറൽ റിപ്പോർട്ട് കൊടുക്കാം. പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്തൊക്കെയാണ്, പിന്നെ ആ ഒരു കണ്ടീഷനെ പറ്റിയിട്ട് അവർക്ക് ഓറൽ റിപ്പോർട്ട് ജസ്റ്റ് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അവരോട് പറയാം. പിന്നെ എന്താണ്? മേക്ക് ഇറ്റ് ഷുവർ ദാറ്റ് ഓൾ ഡോക്യുമെന്റേഷൻ ഇൻക്ലൂഡിംഗ് കെയർ പ്ലാൻ ഇസ് കംപ്ലീറ്റ്. അതുപോലെ രോഗിയുടെ ആ ഒരു പരിചരണ പ്ലാനിങ് ഉൾപ്പെടുന്ന ആ ഡോക്യുമെന്റ് കംപ്ലീറ്റ് ആണെന്ന്. മേക്ക് ഷുവർ ദാറ്റ് ഓൾ ഡോക്യുമെന്റേഷൻ ഇൻക്ലൂഡിംഗ് കെയർ പ്ലാൻ ഇസ് കംപ്ലീറ്റ്. രോഗിയുടെ ആ ഒരു കെയർ പ്ലാൻ ഉൾപ്പെടുന്ന എല്ലാ ഡോക്യുമെന്റ്സും കംപ്ലീറ്റഡ് ആണ്, പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. പിന്നെന്താണ്? അസിസ്റ്റ് ദ പേഷ്യൻസ് അറൈവൽ ടു ദ ന്യൂ യൂണിറ്റ്. അതുപോലെ ഒരു പുതിയ യൂണിറ്റിലോട്ടുള്ള പേഷ്യന്റിന്റെ അറൈവലിനെ അസിസ്റ്റ് ചെയ്യാം, അത് സഹായിക്കാം. സെയിം പോയിന്റ് തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ, പല രീതിയിൽ പറയുന്നത് മാത്രം. അസിസ്റ്റ് ദ പേഷ്യൻസ് അറൈവൽ ടു ദ ന്യൂ യൂണിറ്റ്, പുതിയ യൂണിറ്റിലോട്ടുള്ള പേഷ്യന്റിന്റെ അറൈവലിനെ അസിസ്റ്റ് ചെയ്യാം, സഹായിക്കാം. അതുപോലെ ട്രാൻസ്പോർട്ട് ദ പേഷ്യന്റ് ടു എ ന്യൂ റൂം ആൻഡ് അസിസ്റ്റ് ഇൻ ട്രാൻസ്ഫറിംഗ് ടു ബെഡ്. അതുപോലെ പുതിയ റൂമിലോട്ട് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനോടൊപ്പം അവരെ ബെഡിലോട്ട്, അല്ലെ ഹോസ്പിറ്റൽ ബെഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനായിട്ട് അവരെ അസിസ്റ്റ് ചെയ്യാം, അവരെ സഹായിക്കാം. പിന്നെ എക്സ്ചേഞ്ച് ദ ബിലോങ്ങിങ്സ്, മെഡിക്കൽ റെക്കോർഡ്സ് ആൻഡ് റിപ്പോർട്ട്സ്. അതുകൂടാതെ ഈ പേഷ്യൻസിന്റെ ബിലോങ്ങിങ്സ്, അവരുടെ വസ്തുക്കൾ, അവരുടെ മെഡിക്കൽ റെക്കോർഡ്സ്, മറ്റുള്ള റിപ്പോർട്ടുകൾ ആ റിസീവിംഗ് ഫെസിലിറ്റിക്ക് കൈമാറുക, അവർക്ക് കൊടുക്കുക, അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുക. അവരാണല്ലോ പേഷ്യന്റിനെ നോക്കാൻ പോകുന്നത്. അടുത്ത എന്താണ്? ഇൻ ദ ന്യൂ യൂണിറ്റ് പ്രൊസീജിയർ ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് അഡ്മിഷൻ പ്രൊസീജിയർ. അതായത് നമ്മളൊരു പുതിയ യൂണിറ്റിലോട്ട് പേഷ്യന്റ് പോകുമ്പോൾ ശരിക്കും ഇതുപോലെ തന്നെയാണ്. പ്രൊസീജിയർ ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് അഡ്മിഷൻ പ്രൊസീജിയർ. നമ്മളൊരു അഡ്മിഷൻ പ്രൊസീജിയർ പോലെ തന്നെയാണ്. നമ്മൾ ആദ്യം ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രൊസീജിയറുകൾ ചെയ്യും, അതുപോലെ തന്നെയാണ് നമ്മളൊരു പുതിയ യൂണിറ്റിലോട്ട് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നടപടികൾ. ഇതുപോലെയാണ് സിമിലർ ടു ദാറ്റ് ഓഫ് അഡ്മിഷൻ പ്രൊസീജിയർ. പിന്നെ പറയുന്നത് ക്ലീൻ ദ യൂണിറ്റ് where the patient is admitted and keep ready for the next patient after transfer. അതുപോലെ പേഷ്യന്റ് അഡ്മിറ്റ് ആയിട്ടിരുന്ന ആ ഒരു യൂണിറ്റ് എവിടെയാണ് അവർ മുന്നേ അഡ്മിറ്റ് ആയിട്ടിരുന്നത്, എവിടെയാണോ ആ പേഷ്യന്റ് ഉണ്ടായിരുന്നത്, ആ ഒരു യൂണിറ്റ് ക്ലീൻ ചെയ്യുക, നല്ലപോലെ വൃത്തിയാക്കിയിട്ട് ആൻഡ് കീപ് റെഡി ഫോർ ദ നെക്സ്റ്റ് പേഷ്യന്റ് ആഫ്റ്റർ ട്രാൻസ്ഫർ. അതിനുശേഷം അത് അടുത്തൊരു പേഷ്യന്റിന് വേണ്ടിയിട്ട് അത് റെഡിയാക്കിയിടാം. നിലവിലുള്ള പേഷ്യന്റ് ട്രാൻസ്ഫർ ചെയ്ത് പോകുമ്പോൾ അവിടെ ബെഡ് വേക്കന്റ് ആവും, അവിടേക്ക് പുതിയൊരു പേഷ്യന്റിനെ റിസീവ് ചെയ്യാനായിട്ട് എപ്പോഴും അത് റൂം വൃത്തിയാക്കി റെഡിയാക്കി ഇടാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ ആണോ? മനസ്സിലായോ? ഏതെങ്കിലും പോയിന്റുകൾ ക്ലിയർ ആവാത്തത് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് നോക്കാം. എക്യുപ്മെന്റ് ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാം കേട്ടോ. വേണമെങ്കിൽ ഒരു 2 മിനിറ്റ് ഞാൻ തരാം. ഈ പോയിന്റുകളൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. അതായത് ഒരു പേഷ്യന്റിന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്, അതാണ് അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ലിസ്റ്റ് ഒന്ന് വായിച്ചു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ എത്രയും ഭാഗങ്ങള്? നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എക്യുപ്മെന്റ് നെസസറി ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് ദ പേഷ്യന്റ്. കേട്ടോ, നമ്മളൊരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തൊക്കെ എക്യുപ്മെന്റ്സുകളാണ് അവിടെ ആവശ്യമായിട്ട് ഉള്ളത് കേട്ടോ. എന്തൊക്കെ എക്യുപ്മെന്റ്സുകളാണ് ആവശ്യമായിട്ട് വരുന്നത്? കോമൺ ആയിട്ട് പൊതുവെ വരുന്നതാണ്. ഒന്ന് വീൽ ചെയർ ഓർ സ്ട്രക്ചർ, അല്ലെ? വീൽ ചെയർ അല്ലെങ്കിൽ സ്ട്രക്ചർ ആവശ്യമായിട്ട് വരും. ചില പേഷ്യൻസ് നടക്കാൻ പറ്റാത്ത പേഷ്യൻസ് ഉണ്ടാവും, കിടപ്പ് രോഗികളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമുക്ക് എന്തിനു വേണ്ടി വരും? വീൽ ചെയർ അല്ലെങ്കിൽ സ്ട്രക്ചർ ആവശ്യമായിട്ട് വരും അല്ലെ? അതുപോലെ തന്നെ ഐഡന്റിഫിക്കേഷൻ ലേബിൾസ്.
പേഷ്യന്റിന്റെ ഐഡന്റിറ്റി എന്താണ് ഐഡന്റിറ്റി ലാബലുകൾ, ബാഡ്ജസുകൾ. നമ്മളിപ്പോ ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ UHID അല്ലെ, അവരുടെ ഐഡന്റിറ്റി കാർഡ്, അവരുടെ കയ്യിലൊക്കെ ഒരു ബാഡ്ജ് അല്ലെ, അവരുടെ ഐഡന്റിറ്റി നമ്പർ എഴുതിയിട്ടുള്ള ബാഡ്ജ് ഒക്കെ വയ്ക്കും അല്ലെ. അത്തരത്തിലുള്ള ഐഡന്റിഫിക്കേഷൻ ലാബലുകൾ ഉണ്ടായിരിക്കണം. അതുപോലെ പേഷ്യൻസ് ബിലോങ്ങിങ്സ്, അതായത് പേഷ്യന്റിന്റെ വസ്തുക്കൾ, അവരുടെ പേഴ്സണൽ ആയിട്ടും അല്ലാതെയുള്ളവരുടെ ബിലോങ്ങിങ്സ്, അവരുടെ ക്ലോത്തിങ്, അവരുടെ മെഡിസിൻസ്, മറ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ അല്ലെ, എല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. പിന്നെ എക്സ്റേസ്, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്, പേഷ്യൻസ് റെക്കോർഡ് ആൻഡ് ഫയൽ അല്ലെ, എന്തെങ്കിലും എക്സ്റേ എടുത്തിട്ടുണ്ടെങ്കിലോ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ, പിന്നെ പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡുകൾ, ഫയലുകൾ, ഇതൊക്കെ ഉണ്ടായിരിക്കണം. പിന്നെന്താണ്, കാർഡിയാക് മോണിറ്ററിംഗ് ഇഫ് റിക്വയർഡ്, ആവശ്യമെങ്കിൽ കാർഡിയാക് മോണിറ്ററിംഗ് സംവിധാനം ഉണ്ടായിരിക്കണം. കാർഡിയാക് മോണിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു എക്യുപ്മെന്റ് ആണ് കേട്ടോ. നമ്മള് ഈ ഇത് കണ്ടിട്ടില്ലേ, സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഈ ICUലൊക്കെ കിടക്കുന്ന പേഷ്യൻസിന്റെ ആ ഒരു ഹാർട്ട് ബീറ്റ് ഒക്കെ കാണിക്കുന്ന ഒരു പെട്ടി പോലത്തെ ഒരു സംഭവം കണ്ടിട്ടില്ലേ, അതാണ് കാർഡിയാക് മോണിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ രോഗിയൊക്കെ മരിക്കുന്ന സമയത്ത് ആ സിഗ്നൽ ഇങ്ങനെ പ്ലെയിൻ ആവില്ലേ, ആ കാണിക്കുന്ന ഒരു പെട്ടി പോലത്തെ ഒരു സംഭവം കാണില്ലേ, അതാണ് കാർഡിയാക് മോണിറ്റർ. ഓക്കെ, കണ്ടിട്ടില്ലേ നിങ്ങള് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? അതന്നെ കേട്ടോ, കാർഡിയാക് മോണിറ്ററിംഗ് ഇഫ് റിക്വയർഡ്, ആവശ്യമെങ്കിൽ കാർഡിയാക് മോണിറ്റർ. ഇതിന് വേണ്ടിയിട്ടാണ് ലൈവായിട്ട് അവരുടെ ആ ഒരു റിയൽ ടൈം ഹാർട്ട് ബീറ്റ്, ഹൃദയസ്പന്ദനം, അതൊക്കെ കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യാനായിട്ട്. മറ്റേ ഹാർട്ടിന്റെ മാത്രമല്ല കേട്ടോ, അവരുടെ റെസ്പിറേഷൻ റേറ്റ്, അവരുടെ ലെൻസിന്റെ ഫങ്ഷൻസ്, റെസ്പിറേറ്ററി റേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കാർഡിയാക് മോണിറ്ററിനകത്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും കേട്ടോ. അപ്പൊ അത് ആവശ്യമെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളും എന്ത് വേണം, പേഷ്യന്റിനോടൊപ്പം ഉണ്ടായിരിക്കണം. ഓക്കെ, അതൊക്കെ ഓർത്ത് വെക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. അതൊക്കെ ഒന്നുമില്ല. വീൽചെയർ സ്ട്രക്ചർ, ഐഡന്റിഫിക്കേഷൻ ലേബല്, പേഷ്യന്റ് ബിലോങ്ങിങ്സ്, എക്സ്റേ ഇൻവെസ്റ്റിഗേഷൻ, പേഷ്യന്റ് റെക്കോർഡ് ഫയൽ, കാർഡിയാക് മോണിറ്ററിംഗ്. അടുത്തത് കേട്ടോ, ഇനി നമ്മൾ പഠിക്കുന്നത് ട്രാൻസ്ഫർ ടു ആൻ എക്സ്റ്റെൻഡഡ് കെയർ ഫെസിലിറ്റി കേട്ടോ. എക്സ്റ്റെൻഡഡ് കെയർ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്റ്റേണൽ ട്രാൻസ്ഫർ ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ ഇന്റേണൽ ട്രാൻസ്ഫർ പഠിച്ചില്ലേ? ഇന്റേണൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞില്ലേ? അതുപോലെ തന്നെ എക്സ്റ്റെൻഡഡ് കെയർ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്റ്റേണൽ ട്രാൻസ്ഫർ ആണ്. അതായത് ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമത്തെ പോയിന്റ് നോക്കാം. മേക്ക് ഷുവർ ദാറ്റ് the patient's physician has returned the transfer order on his chart and has completed the special transfer form. ഫോം എന്നാണ് കേട്ടോ, ഇവിടെ ഫ്രം എന്നാണ് എഴുതിയിട്ടുള്ളത്, ഫോം എന്നാണ് കേട്ടോ, FORM എന്നാണ് കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ എങ്ങനെയാണ്? കറക്റ്റ് ആണോ? ഫോം എന്നാണോ എടുക്കണേ, ഫ്രം എന്നാണോ എടുക്കണേ എന്ന് പറയാമോ? ഫ്രം ആണോ ഫോം ആണോ എടുക്കണേ? ഫ്രം ആണ്. ഓക്കെ, അപ്പൊ അതൊന്ന് വിട്ടണോ കേട്ടോ, തിരുത്തിയിട്ട് ഫോം എന്നാക്കണം കേട്ടോ. FORM ഫോം എന്നാക്കണം. സ്പെഷ്യൽ ഫോം ആണ് കേട്ടോ. അതായത് ഇവിടെ പറയുന്നത്, ആദ്യം നമ്മളൊരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലോട്ടാണ് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ആദ്യം നമ്മൾ നോക്കേണ്ട കാര്യം എന്താണ്? പേഷ്യൻസ് ഫിസിഷ്യൻ ഹാസ് റിട്ടേൺഡ് ദ ട്രാൻസ്ഫർ ഓർഡർ. പേഷ്യന്റിന്റെ ഡോക്ടർ കൃത്യമായിട്ട് ആ ഒരു ട്രാൻസ്ഫർ ഓർഡർ എഴുതിയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം, ഉറപ്പുവരുത്തണം. അതും ഓൺ ഹിസ് ചാർട്ട്, അവരുടെ ഹെൽത്ത് ചാർട്ട്, അവരുടെ മെഡിക്കൽ റെക്കോർഡിൽ ആ ഒരു ട്രാൻസ്ഫർ ഓർഡർ ഡോക്ടർ എഴുതിയിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. ആൻഡ് ഇറ്റ് ഹാസ് കംപ്ലീറ്റഡ് സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോം. അതുപോലെ ഒരു സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോം ഉണ്ട്. എന്നുവെച്ചാൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ വേറൊരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണം, അതിനായിട്ടൊരു സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോം ഉണ്ട്. അത് കംപ്ലീറ്റ് ആണോ എന്നുള്ളതും ഉറപ്പുവരുത്തണം. ഇവിടെ പറയുന്നുണ്ട്, ദിസ് ഫോം ഷുഡ് കൺസിസ്റ്റ് ഓഫ് ദ പേഷ്യൻസ് ഡയഗ്നോസ്റ്റിക് കെയർ സമ്മറി, ഡ്രഗ് റെജിമെൻ ആൻഡ് സ്പെഷ്യൽ കെയർ ഇൻസ്ട്രക്ഷൻസ് സച്ച് ആസ് ഡയറ്റ് ആൻഡ് ഫിസിയോതെറാപ്പി. നമ്മൾ പറഞ്ഞല്ലോ, ഒരു സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം എന്ന് പറഞ്ഞു. ഈ സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോമിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ്? ഒന്ന്, പേഷ്യൻസ് ഡയഗ്നോസ്റ്റിക് കെയർ സമ്മറി, പേഷ്യന്റിന്റെ ആ ഒരു രോഗനിർണയത്തിനെ സംബന്ധിക്കുന്ന ചെറിയൊരു സമ്മറി ആ ഫോമിനകത്ത് ഉണ്ടാവും. അതുപോലെ ഡ്രഗ് റെജിമെൻ, അതായത് അവർ കഴിക്കുന്ന മരുന്നുകളുടെ ആ ഒരു ക്രമങ്ങൾ. റെജിമെൻ മീൻസ് ക്രമങ്ങളാണ്, അവർ എന്തൊക്കെ മരുന്നുകളാണ് കഴിക്കുന്നത്, ഏതൊക്കെ സമയത്താണ് കഴിക്കുന്നത്, ഏതൊക്കെ മരുന്നുകളാണ്, എത്ര ഡോസിലാണ്, അങ്ങനെയുള്ള ആ ഒരു മരുന്നിന്റെ ക്രമങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതുപോലെ സ്പെഷ്യൽ കെയർ ഇൻസ്ട്രക്ഷൻ സച്ച് ആസ് ഡയറ്റ് ആൻഡ് ഫിസിയോതെറാപ്പി. അതുപോലെ രോഗിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും പരിചരണ നിർദ്ദേശങ്ങൾ, ഡയറ്റിൽ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി പോലുള്ള എന്തെങ്കിലും അഡീഷണൽ ഇൻസ്ട്രക്ഷൻസ് രോഗിക്ക് കൊടുത്തിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതിനകത്ത് രേഖപ്പെടുത്തും? ആ ഒരു സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോമിനകത്ത് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഉറപ്പാക്കേണ്ടത് ആദ്യം പേഷ്യന്റിന്റെ ഡോക്ടർ ആ ഒരു ട്രാൻസ്ഫർ ഫോം ഓർഡർ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടോ എന്നുള്ളതും,
അതിനകത്ത് സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോമിനകത്ത് പേഷ്യന്റിന്റെ ഡയഗ്നോസ്റ്റിക് കെയർ സമ്മറി ഉണ്ടായിരിക്കും. അതുപോലെ അവരുടെ മരുന്നിന്റെ ഡ്രഗ് റിജിമെന്റ്, മരുന്നുകളുടെ ക്രമം, അതുപോലെ അവർക്ക് എന്തെങ്കിലും ഡയറ്റോ ഫിസിയോതെറാപ്പി പോലെയുള്ള സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ ആ സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോമിൽ ഉണ്ടായിരിക്കും. അടുത്തത് രണ്ടാമത്തെ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? കംപ്ലീറ്റ് ദ നഴ്സിംഗ് സമ്മറി ദാറ്റ് ഇൻക്ലൂഡ്സ് ദ പേഷ്യന്റ് അസസ്മെന്റ്, പ്രോഗ്രസ്, needed nursing treatments and special needs to make sure the continuity of care. അത് കൂടാതെ നഴ്സിംഗ് സമ്മറി കംപ്ലീറ്റ് ആണോ എന്നുള്ളത് നോക്കണം. നഴ്സിംഗ് സമ്മറി എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും അതിനകത്ത് ഉൾപ്പെടുന്നത്? അതായത് ഇൻക്ലൂഡ് പേഷ്യന്റ് അസസ്മെന്റ്, പേഷ്യന്റിനെ സംബന്ധിച്ചിട്ടുള്ള അസസ്മെന്റ്, നഴ്സസിന്റെ അസസ്മെന്റ്, അവരുടെ വിലയിരുത്തലുകൾ, പിന്നെ അതുപോലെ പ്രോഗ്രസ്, അതായത് പേഷ്യന്റിൽ എന്തൊക്കെ പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട് അതിനെ പറ്റിയുള്ള. ഇനി നീഡഡ് നഴ്സിംഗ് ട്രീറ്റ്മെന്റ്, ഇനി എന്തൊക്കെ നഴ്സിംഗ് ട്രീറ്റ്മെന്റുകളാണ് ആ പേഷ്യന്റിന് ഇനി ആവശ്യമായിട്ടുള്ളത്. ആൻഡ് സ്പെഷ്യൽ നീഡ്സ്, അതായത് ആ ഒരു പേഷ്യന്റിന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ നീഡ്സുകൾ ഉള്ള പേഷ്യൻസ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന നഴ്സിംഗ് സമ്മറി പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം കേട്ടോ. എന്തിനു വേണ്ടിയിട്ടാണ്? ടു മേക്ക് ഷുവർ ദ കണ്ടിന്യൂറ്റി ഓഫ് കെയർ, ആ പേഷ്യന്റിന്റെ കണ്ടിന്യൂറ്റി ഓഫ് കെയർ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. പിന്നെ പറയുന്നത് എന്താണ്? സെറ്റിൽമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ബിൽസ്, ഹോസ്പിറ്റൽ ബില്ലുകളെല്ലാം തന്നെ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഡ്യൂ ബില്ലുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യാൻ, അത് പേ ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ. കാര്യം ഈ ഒരു ഹോസ്പിറ്റലിൽ വിട്ട് പേഷ്യന്റ് പിന്നെ പുതിയൊരു ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. അപ്പൊ നിലവിൽ ഹോസ്പിറ്റൽ ബില്ലുകൾ എന്തെങ്കിലും സെറ്റിൽ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്തിരിക്കണം. പിന്നെന്താണ്? റീറ്റെയിൻ വൺ കോപ്പി ഓഫ് ദ ട്രാൻസ്ഫർ ഫോം ആൻഡ് ദ നഴ്സിംഗ് സമ്മറി വിത്ത് ദ പേഷ്യന്റ് ചാർട്ട് ആൻഡ് പാസ് ഓൺ അതർ കോപ്പീസ് ടു ദ റിസീവിംഗ് ഫെസിലിറ്റി. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോമുകൾ, നഴ്സിംഗ് സമ്മറി, പേഷ്യന്റിന്റെ ഹെൽത്ത് ചാർട്ട്, ഇതിന്റെ ഇപ്പൊ ഒരു കോപ്പി നമ്മൾ എന്ത് ചെയ്യണം? നിലവിലുള്ള ഹോസ്പിറ്റലിൽ റിട്ടൈൻ ചെയ്യണം. നിലവിലുള്ള ഹോസ്പിറ്റലിൽ നമ്മൾ വെക്കണം. ബാക്കിയുള്ള കോപ്പീസുകൾ നമുക്ക് എന്ത് ചെയ്യാം? റിസീവിംഗ് ഫെസിലിറ്റി, എന്നുവെച്ചാൽ അവരെ ട്രാൻസ്ഫർ ചെയ്തിന് എവിടേക്കാണോ അവർ പോകുന്നത്, ഇനി അവരെ ഏത് ഫെസിലിറ്റി ആണോ സ്വീകരിക്കുന്നത് ആ ഒരു ഫെസിലിറ്റിയിലോട്ട് ബാക്കിയുള്ള കോപ്പികൾ അയച്ചു കൊടുക്കണം. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? അത് വേറെ ഒന്നുമില്ല, നമ്മൾ ഒരു എക്സ്റ്റേണൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് പേഷ്യന്റിന്റെ ഡോക്ടർ ആ ഒരു ട്രാൻസ്ഫർ ഓർഡർ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കണം. അതുപോലെ സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോം കംപ്ലീറ്റ് ചെയ്തോ എന്നുള്ളത് നോക്കണം. അതിനകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. അതുപോലെ തന്നെ പേഷ്യന്റിന്റെ അസസ്മെന്റും പ്രോഗ്രസും അവർക്ക് വേണ്ട നഴ്സിംഗ് ട്രീറ്റ്മെന്റും എല്ലാം ഉൾപ്പെടുന്ന നഴ്സിംഗ് സമ്മറിയുണ്ട്. അത് കംപ്ലീറ്റ് ആണോ എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ ഏതെങ്കിലും തരത്തിൽ ഹോസ്പിറ്റൽ ബില്ലുകൾ ഉണ്ടെങ്കിൽ അത് സെറ്റിൽ ചെയ്തിരിക്കണം. അതുപോലെ നമ്മൾ ഈ പറഞ്ഞ സ്പെഷ്യൽ ഫോം, സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോം, നഴ്സിംഗ് ഫോം, നഴ്സിംഗ് സമ്മറി, അതുപോലെ അങ്ങനെയുള്ള ഇതിന്റെയൊക്കെ ഒരു കോപ്പി നമ്മൾ നിലവിലുള്ള ഹോസ്പിറ്റലിൽ റിട്ടൈൻ ചെയ്യാം. ബാക്കിയുള്ള കോപ്പികൾ നമ്മൾ റിസീവിംഗ് ഫെസിലിറ്റിയിലോട്ട് ഹാൻഡ് ഓവർ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായോ? എക്സ്റ്റേണൽ ട്രാൻസ്ഫർ ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് കീ എലമെന്റ്സ് ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് ക്രിട്ടിക്കലി ഇൻപേഷ്യന്റ്. ഇവിടെ തൊട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഇവിടെ തൊട്ട് പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ചൊരു എന്താ പറയാ, ഒരു കൺഫ്യൂഷൻ അല്ല, മനസ്സിലാക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളാണ്. അപ്പൊ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പൊ നോക്കുക, കീ എലമെന്റ്സ് ഫോർ ട്രാൻസ്ഫർ ഓഫ് ക്രിട്ടിക്കലി ഇൻപേഷ്യന്റ്. അതായത് നമ്മൾ ഒരു ഗുരുതരമായിട്ടുള്ള പേഷ്യൻസിനെ, വളരെ ക്രിട്ടിക്കലി ആയിട്ടുള്ള പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കണം, അതുമായിട്ട് ബന്ധപ്പെട്ട കീ എലമെന്റ്സ് ആണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഈ പോയിന്റുകൾ ഇവിടെ പറഞ്ഞതാണ്. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ഇവിടെ ഒരു പോയിന്റുകൾ പറഞ്ഞു പോയില്ലേ, അത് തന്നെയാണ് അവിടെ പറയുന്നത്. ഇവിടെ പറഞ്ഞില്ലേ, ഡിസിഷൻ ടു ട്രാൻസ്ഫർ, കമ്മ്യൂണിക്കേഷൻ, പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ, ചൂസിംഗ് ദ അപ്രോപ്രിയേറ്റ് മോഡ് ഓഫ് ട്രാൻസ്ഫർ എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ആ സെയിം പോയിന്റുകൾ തന്നെയാണ് ഇവിടെ വരുന്നത് കേട്ടോ. അതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് കീ എലമെന്റ്സ് എന്ന് പറയുന്നത്? ഒന്നാമത്തെ എലമെന്റ് എന്താണ്? ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അല്ലെ? ഇതാണ് ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. രണ്ടാമത്തെ എലമെന്റ് എന്താണ്? പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ, അല്ലെ? രോഗിയെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നടത്തേണ്ട സ്റ്റെബിലൈസേഷനും തയ്യാറെടുപ്പുകളും. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് എന്താണ്? മോഡ് ഓഫ് ട്രാൻസ്ഫർ, അല്ലെ? ഏത് രീതിയിലാണ് അവർ ട്രാൻസ്ഫർ ചെയ്യുന്നത്? ലാൻഡ് ട്രാൻസ്ഫർ ആണോ, എയർ ട്രാൻസ്ഫർ ആണോ, അത് മോഡ് ഓഫ് ട്രാൻസ്ഫർ. അഞ്ചാമത്തെ എന്താണ്? അക്കമ്പനിയിങ് ദ പേഷ്യന്റ്, പേഷ്യന്റിന്റെ കൂടെ ആരെങ്കിലും അക്കമ്പനി ചെയ്യുമ്പോൾ, അല്ലെ? ആറാമത്തത് എന്താണ്? എക്യുപ്മെന്റ്, ഡ്രഗ്സ് ആൻഡ് മോണിറ്ററിംഗ് ഡിവൈസസ് നീഡഡ് ഫോർ ദ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കേണ്ട എക്യുപ്മെന്റുകൾ, മരുന്നുകൾ, മറ്റ് മോണിറ്ററിംഗ് ഡിവൈസസ്. അതാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ പഠിക്കാൻ പറ്റുന്നത്. ഈ കീ എലമെന്റ്സ് 6 ഉണ്ട് കേട്ടോ.
6 കീ എലമെന്റ്സ് ഉണ്ട്. അതിന്റെയൊക്കെ അഡീഷണൽ ഡീറ്റെയിലുമാണ് അവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ നോക്കാം. ഒന്നാമത്തെ എന്താണ്? ഡിസിഷൻ ടു ട്രാൻസ്ഫർ കമ്മ്യൂണിക്കേഷൻ. അല്ലെ, ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാനെടുക്കുന്ന തീരുമാനങ്ങളും അതുപോലെ റിസീവിംഗ് ഫെസിലിറ്റി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും അതിനെ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങൾ അവിടെ പറഞ്ഞു നോക്കാം. The decision to shift the patient is important vulnerability of exposure of the patient and the staff to extra risk and extra expense for the relatives and the hospital. നേരത്തെ പറഞ്ഞ സൂചിപ്പിച്ചൊരു കാര്യമാണ്. നമ്മളൊരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാനെടുക്കുന്ന തീരുമാനം അത് പൊതുവെ നമ്മൾ പേഷ്യൻസിനായാലും അവിടെയുള്ള സ്റ്റാഫുകൾക്കായാലും എക്സ്ട്രാ റിസ്ക് കൊടുക്കുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ട്രാൻസ്ഫർ ചെയ്യുന്ന പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള കാര്യമല്ല. അതിൽ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. ചിലപ്പോൾ എക്സ്ട്രാ എക്സ്പെൻസുകൾ വേണ്ടി വരും. കൂടുതൽ ചെലവുകളും മറ്റുമൊക്കെ എന്താണ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യാനെടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് അത് വളരെ ക്രൂഷ്യലാണ്. ഏറ്റവും അനിവാര്യമായിട്ടുള്ള സിറ്റുവേഷനിൽ മാത്രമേ നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ട് പാടുള്ളൂ. അതായത് പേഷ്യന്റിന്റെ റിസ്ക് ആണ്, ചെലവ് കൂടുതലാണ്, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അത് വേറെ പോയിന്റുകളൊന്നുമില്ല. The decision to shift the patient is important vulnerability of exposure of the patient and the staff to extra risk and extra expense for the relatives and the hospital. അവരുടെ റിലേറ്റീവ്സിന് മാത്രമല്ല ഹോസ്പിറ്റലിന് എന്താണ് ഒരു എക്സ്ട്രാ റിസ്ക്കും എക്സ്ട്രാ എക്സ്പെൻസും ഒക്കെ കൊടുക്കുന്ന കാര്യം. അടുത്തത് രണ്ടാമത്തത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം. The decision to transfer the patient is decided by a senior consultant level doctor. എന്താണ്? A senior consultant level doctor. അതൊന്നും അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ എടുക്കുന്ന തീരുമാനം അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന തീരുമാനം ആരാണ് ആ തീരുമാനം എടുക്കുന്നത്? That is decided by a senior consultant level doctor. ആരാണ്? ഒരു സീനിയർ കൺസൾട്ടന്റ് ലെവൽ ഡോക്ടർ ആണ് ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന തീരുമാനം എടുക്കുന്നത്. ചോദിക്കാൻ നിങ്ങളോട്, the decision to transfer the patient is decided by a dash എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനിൽ വേറെ പലതും തരാം. ആരാണ്? സീനിയർ കൺസൾട്ടന്റ് ലെവൽ ഡോക്ടർ ആണ് ഒരു രോഗിയെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള തീരുമാനം എടുക്കുന്നത് കേട്ടോ. എങ്ങനെയാ എടുക്കുന്നത്? വെറുതെ അദ്ദേഹം ഒറ്റയ്ക്കാണോ ആ തീരുമാനം എടുക്കുന്നത്? അല്ല. പിന്നെ എങ്ങനെയാണ്? by the way of discussion with the patient's relatives about the benefits and risk involved. അല്ലെ, പേഷ്യന്റിന്റെ റിലേറ്റീവ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഇതിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ ബെനിഫിറ്റുകളും അതിൽ വരുന്ന പൊട്ടൻഷ്യൽ റിസ്കുകളും ഒക്കെ തുറന്ന് സംസാരിച്ച് ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് ഒരു സീനിയർ കൺസൾട്ടന്റ് ലെവൽ ഡോക്ടർ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ തീരുമാനം എടുക്കുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ഇന്ന് അത്രയും മതി കേട്ടോ. അത്രയും മതി. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ആണ് നമ്മൾ പഠിച്ചത്. 2 ടൈപ്പ് ട്രാൻസ്ഫർ ഉണ്ട്. ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ ഉണ്ട്, ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ ഉണ്ട്. രണ്ടും മാറിപ്പോകുന്നുണ്ട്. ഓക്കെ, ഇൻട്രാ എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ ഹോസ്പിറ്റലിൽ നടക്കുന്ന ഒരു ട്രാൻസ്ഫർ ആണ്. ഇന്റർ എന്ന് പറഞ്ഞപ്പോ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ഫ്രം വൺ ഹോസ്പിറ്റൽ ടു അനദർ ഡിഫറെന്റ് ഹോസ്പിറ്റൽ, ദാറ്റ് ഈസ് കോൾഡ് ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ കേട്ടോ. പിന്നെ ട്രാൻസ്ഫറിന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ടു മെയിൻറ്റെയിൻ ദ കണ്ടിന്യൂറ്റി ഓഫ് മെഡിക്കൽ കെയർ. പിന്നെ സേഫ്റ്റി ട്രാൻസ്ഫർ, ഒരു സേഫ്റ്റി ഉറപ്പാക്കി കൊണ്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ട്. പിന്നെ ട്രാൻസ്ഫറിന്റെ ഡെഫിനേഷൻ നമ്മൾ പഠിച്ചു. ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ പർപ്പസ് നമ്മൾ പറഞ്ഞു. 2 ടൈപ്പ് ട്രാൻസ്ഫർ അതിന്റെ എക്സാമ്പിൾ നമ്മൾ കണ്ടു. അതുപോലെ ഇന്റേണൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എക്സ്റ്റേണൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. പിന്നെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തൊക്കെ എക്വിപ്മെന്റുകളാണ് അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ടത്, ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് കേട്ടോ. ഇനി നമ്മൾ പഠിച്ചു തുടങ്ങിയിരിക്കുന്നത് ഒരു ഗുരുതരമായിട്ടുള്ള ഒരു രോഗിയെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ 6 പോയിന്റുകൾ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്കത് നാളത്തെ ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇതിന്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. മിസ്റ്റർ, നമുക്ക് അസൈൻമെന്റ് ഉണ്ടെന്ന് പറയുന്നുള്ളതാണോ? അസൈൻമെന്റോ? ആ, അസൈൻമെന്റിനെ പറ്റി പറഞ്ഞിട്ടില്ലല്ലോ. ഞാനൊന്ന് ചോദിക്കാം, നിഷാമേനോട് ചോദിക്കാം. ഓക്കെ ഓക്കെ, ശരി. താങ്ക് യു. താങ്ക് യു മാം.